ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് ചാപ്റ്റർ 3 ബിഹൈൻഡ് ദ സെൻസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻലി 5 സെൻസ് ഓർഗൻസിനെ കുറിച്ചിട്ടാണ് നമുക്ക് മെയിൻലി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം അല്ലെ, ഐസ്, നോസ്, ഇയർ, ടങ്, അതുപോലെ തന്നെ സ്കിന്നും. ഈ 5 സെൻസ് ഓർഗനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് മെജോറിറ്റി നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ടോപ്പിക്സ് ഈസിയാന്നും പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസും കൂടി എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ മക്കളെ, സോ നമുക്ക് ഫസ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ പ്രോട്ടീൻ ദാറ്റ് ഫോംസ് ദി മെയിൻ സ്ട്രക്ചറൽ കമ്പോണന്റ് ഓഫ് ഐ ലെൻസ്? അല്ലെ, നമ്മളുടെ കണ്ണിന്റെ ലെൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോട്ടീൻ വെച്ചിട്ടാണ്. ഇതിൽ ഏത് പ്രോട്ടീൻ ആയിരിക്കും? നമുക്കറിയാം ഓസ്പിൻ ഉണ്ട്, ഫോട്ടോസ്പിൻ ഉണ്ട്, റോഡോസ്പിൻ ഉണ്ട് ആൻഡ് ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ട്. നമുക്കറിയാം അല്ലെ, ആൻസർ ഡി ആണ്. ദാറ്റ് ഇസ് ഡി. ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രോട്ടീൻ കോമ്പൗണ്ട് വെച്ചിട്ടാണ് നമ്മുടെ കണ്ണിന്റെ ലെൻസ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നെക്സ്റ്റ് വൺ ആണ്, നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ്സ് തരുന്നു, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ കറക്റ്റ് പെയേഴ്സ് തന്നിട്ട് കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഹ്യൂമൻസിന്റെ സെൻസ് ഓർഗൻസ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആനിമൽസിന്റെയും കുറിച്ച് സെൻസ് ഓർഗൻസ് നമുക്ക് പഠിക്കാനുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കാം. യുഗ്ലീന ഐസ്പോട്ട്, അത് കറക്റ്റ് ആണ് അല്ലെ. യുഗ്ലീനന്റെ സെൻസറി ഓർഗൻ ആണ് എന്ത്, ഐസ്പോട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് സ്നേക്കിൻ്റെതാണ് ജേക്കബ്സൺ ഓർഗൻ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെതാണ് ബാറ്റിന്റെ വരുന്നതാണ് എക്കോ ലൊക്കേഷൻ ഓർഗൻ, അതും കറക്റ്റ് ആണ്. പിന്നെ ഫോർത്ത് വൺ വരുന്നതാണ് എലിഫന്റിൻ്റെത് കോമ്പൗണ്ട് ഐ എന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഫസ്റ്റ് 3 ആർ കറക്റ്റ്. പക്ഷെ ഫോർത്ത് വൺ എലിഫന്റിന് ഏറ്റവും കൂടുതൽ അവർക്ക് നോസ്, അതായത് അവരുടെ ഓൾഫാക്ടറി റിസപ്ഷൻ ആണ് നമ്മളുടെ ഹ്യൂമൻസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എലിഫന്റ്സിനാണ് ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഓൾഫാക്ടറി റിസപ്ഷൻ ഉള്ളത് എലിഫന്റിലാണ്. ഏകദേശം 19 കിലോമീറ്ററിനപ്പുറം വാട്ടറിന്റെ സെൻസിങ് കേപ്പബിലിറ്റി സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിയാണ് ആര്, നമ്മുടെ എലിഫന്റ്. സോ എലിഫന്റിന് കോമ്പൗണ്ട് ഐ അല്ല അവിടെ വരുന്നത്. സോ ആൻസർ ഏതായിരിക്കും? നമുക്കറിയാം 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, 4 തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും ആൻസർ? എ ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ വരാം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഓടിച്ചാടി നിങ്ങൾ എന്ത് ചെയ്ത് കറക്റ്റ് ആൻസർ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ആൻസർ ഉറപ്പിക്കുക. ക്ലിയർ ആണല്ലോ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം തന്നെയാണ്. ഒരു 3 ABCD എന്ന് പറയുന്ന 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കുക, തെറ്റുണ്ടെങ്കിൽ അത് ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ ആണല്ലോ? റീഡ് ദ സെന്റൻസ്, റീഡ് ദി സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് ഓരോ സെന്റൻസ് വായിക്കാം. ഫസ്റ്റ് വൺ ആണ്, ബ്ലൈൻഡ് സ്പോട്ട് കണ്ടെയ്ൻ നോ ഫോട്ടോ റിസപ്റ്റർ സെൽസ്. അല്ലെ, നമുക്കറിയാം കണ്ണിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റെക്റ്റിനന്റെ ആ ഒരു പോർഷനിൽ വരുന്നതാണ് ഈ പറയുന്ന ബ്ലൈൻഡ് സ്പോട്ട്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ബ്ലൈൻഡ് സ്പോട്ടിൽ വിഷൻ ഇല്ല. കാരണം വിഷന് ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ റിസപ്റ്റർ സെൽസ്. എന്താ വിളിക്കുക? ഫോട്ടോ റിസപ്റ്റർ സെൽസ്. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ടിൽ എന്തില്ല, നോ ഫോട്ടോ റിസപ്റ്റർ സെൽസ്. അപ്പൊ എന്തായിരിക്കും ആ സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ബി നോക്കാം. യെല്ലോ സ്പോട്ടിനെ വിളിക്കുന്ന വേറൊരു പേരാണ് മാക്യുള. ഓക്കെ, ബ്ലൈൻഡ് സ്പോട്ടിൽ വിഷൻ ഇല്ലെങ്കിൽ നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാക്യുളയിൽ പറയുന്നത്. ദാറ്റ് ഈസ് യെല്ലോ സ്പോട്ടിൽ മാക്സിമം വിഷൻ ഉണ്ട്, മീൻസ് മാക്സിമം ക്ലാരിറ്റി വിഷൻ ആണ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുക. സോ അവിടെ നോക്കാം, യെല്ലോ സ്പോട്ട് കണ്ടെയ്ൻ ഓൺലി റോഡ് സെൽസ്. ആ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്ലാരിറ്റബിൾ വിഷൻ തരുന്ന ഒരു സ്പോട്ടാണ് എന്ത്, യെല്ലോ സ്പോട്ട്. സോ നമുക്കറിയാം റോഡ് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാ, നൈറ്റ് വിഷൻ, ദാറ്റ് ഇസ് ഡാർക്ക് വിഷൻ ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ഇവിടെ റോഡ് സെൽസിന് പകരം കോൺ സെൽസ് ആയിരുന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോ ബി തെറ്റാണ്. ഇനി നമുക്ക് സി നോക്കാം. ദ ഇമേജ് ഇസ് ഫോംഡ് ഓൺ റെറ്റിന. അത് കറക്റ്റ് അല്ലേ? ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എവിടെയാ? റെറ്റിനലാണ്. സോ എയും സിയും കറക്റ്റ് ആണ്. നമുക്ക് ഡി നോക്കാം. റോഡ് സെൽസ് ഹെൽപ്സ് ഇൻ കളർ വിഷൻ. ആണോ? ആണോടാ? അല്ല. കളർ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത് ഏതാ? കളർ വിഷൻ അല്ല. നമുക്ക് റോഡ് സെൽസ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ ഡാർക്ക് വിഷൻ ആണ്. എന്ത് വിഷൻ ആണ്? ഡാർക്ക് വിഷൻ. സോ ഇവിടെ ഏതൊക്കെയാ ആൻസർ കറക്റ്റ് ആയി വരുന്നത്? എയും സിയും മാത്രമേ കറക്റ്റ് ഉള്ളൂ. ബിയും ഡിയും തെറ്റാണ്. അപ്പൊ ഓപ്ഷനിൽ ഇവിടെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയത്? ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരാം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നന്നായിട്ട് വായിച്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ടോപ്പിക്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. നമ്മളുടെ എന്താ പറയുക, ഇതേപോലത്തെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു ടോപ്പിക്, വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മളുടെ എന്താ പറയുക, സ്മെൽ അല്ലെ, നമ്മളുടെ ഓൾഫാക്ടറി റിസെപ്റ്ററിന്റെ ആ ഫ്ലോ ചാർട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അത് കറക്റ്റ് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ഓൾഫാക്ടറി റിസെപ്റ്റർ ദാറ്റ് ഈസ് സ്മെല്ല് വരുന്നു. സ്മെല്ല് നമ്മളുടെ മൂക്കിലുള്ള എന്താ പറയുക മ്യൂക്കസിനായിട്ട് ഡിസോൾവ് ആയിട്ട് മൂക്കിൽ കാണുന്ന റിസെപ്റ്ററിന്റെ പേരാണ് എന്ത്, നമ്മുടെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. ആ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ആയി കഴിഞ്ഞാൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ആ ഇമ്പൾസ് നേരെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് വഴി നമ്മളുടെ സെന്റർ ഓഫ് ബ്രെയിനിൽ പാസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക, ഓൾഫാക്ഷൻ ലഭിക്കുക, സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ് ഏതാ, നമുക്കറിയാം. ഓരോ പോയിന്റ്സ് വായിച്ചു നോക്കാം. നമുക്കിവിടെ പറയുന്നുണ്ട് ദാറ്റ് ഈസ് ഫോർത്ത് വൺ ആണ് നമുക്ക് ആദ്യം വരാം. ഫോർത്ത് വൺ നമുക്ക് ഫസ്റ്റ് കൊടുക്കാം. ദാറ്റ് ഈസ് olfactory molecules, that is smell molecules. Olfactory molecules എന്ന് പറഞ്ഞാൽ സ്മെല്ല് അല്ലെങ്കിൽ ആരോമ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ഈ olfactory molecules എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ഇൻ ദി മ്യൂക്കസ്. സോ ഫസ്റ്റ് വരുന്നത് 4 ആണ്. ഇനി ഇത് നേരെ എവിടെ ചെല്ലുന്നു, നമ്മൾ നേരെ ചെന്നിട്ട് നമ്മളുടെ olfactory റിസെപ്റ്റേഴ്സ് ന്യൂറോൺസിന് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ വരുന്നതാണ് എന്ത് 2. പിന്നെ നേരെ എന്ത് ചെയ്യുന്നു, അവിടുന്ന് നമ്മളുടെ ഇമ്പൾസ് നേരെ ഓൾഫാക്ടറി നെർവിലൂടെ പാസ് ചെയ്ത് എവിടെ ചെല്ലുന്നു, നമ്മളുടെ ബ്രെയിനിലേക്ക് ചെല്ലുന്നു. ഓക്കെ, അപ്പൊ കറക്റ്റ് സീക്വൻസ് ഏതാ, നമ്മുടെ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? 4 2 1 3 ഇതാണ് നമ്മളുടെ കറക്റ്റ് സീക്വൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സിന്റെ ടോപ്പിക്സും കൂടി കവർ ചെയ്തു. ക്ലിയർ ആണല്ലോ? ആരോമ പാർട്ടിക്കിൾസ് വരുന്നു, നേരെ നമ്മളുടെ എന്ത് ചെയ്യുന്നു, മൂക്കിലൂടെ കയറി മൂക്കിലുള്ള മ്യൂക്കസിനായിട്ട് ഡിസോൾവ് ആവുന്നു. ഡിസോൾവ് ആയതിനു ശേഷം എന്താ സംഭവിക്കുക, നമ്മൾ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു, സ്റ്റിമുലസ് വന്നില്ലേ, നമ്മളിവിടെ സ്റ്റിമുലസ് ആണ് എന്ത്, സ്മെൽ. ഈ സ്മെല്ല് മൂക്കിലുള്ള നമ്മളുടെ എന്താ പറയാ മ്യൂക്കസിനായിട്ട് ഡിസോൾവ് ചെയ്ത് അവിടെ വെച്ച് എന്ത് സംഭവിക്കുന്നു, ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു. ഈ ഇമ്പൾസ് ഓൾഫാക്ടറി നെർവിലൂടെ പാസ് ചെയ്ത് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. സാർ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സപ്പോസ് ഈ ഓൾഫാക്ടറി നെർവ് കട്ടായി എന്ന് വിചാരിക്കും, മീൻസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറ്റും? ഒന്ന് ആലോചിച്ചാൽ മതി അല്ലെ. ഈ ഓൾഫാക്ടറി നെർവ് ആണ് ഇമ്പൾസിന് എവിടെ കൊടുക്കുന്നത്, ബ്രെയിനിൽ കൊടുക്കുന്നത്. ബ്രെയിനിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ സെൻസ് അല്ലെങ്കിൽ സ്മെല്ല് കിട്ടുള്ളൂ. സപ്പോസ് ഈ ഓൾഫാക്ടറി നെർവ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ ഓൾഫാക്ഷൻ തന്നെ നമുക്ക് കിട്ടില്ല, സ്മെല്ലിംഗ് കേപ്പബിലിറ്റി കിട്ടില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, that is, why do we not see two objects even though one image is formed on each eye? മക്കളെ നമുക്കറിയാം, നമുക്ക് 2 ഐ ഉണ്ട് അല്ലെ, 2 ഐ ഉണ്ട്. ഈ 2 ഐ നമ്മളുടെ ഈ വിഷൻ മീൻസ് കംപ്ലീറ്റ്ലി എൻറ്റയർ നമുക്ക് പല പല ആംഗിളിൽ നിന്നുള്ള വ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാ ആംഗിളിൽ നിന്ന് വരുന്ന ഈ വ്യൂസ് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളില് വിഷ്വൽ കോർട്ടെക്സ് എന്നറിയപ്പെടുന്ന വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്ത് ചെല്ലുന്നു. ഇത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ആംഗിളിൽ നിന്ന് കിട്ടുന്ന ഇമേജസിനെ ഫ്യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരൊറ്റ വിഷൻ ആക്കി തരുന്നു. ആ വിഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് ബൈനോക്കുലാർ വിഷൻ ഓർ ബൈനോക്കുലാർ ഫ്യൂഷൻ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ നിങ്ങൾ എഴുതേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. നമ്മൾ പല പല ആംഗിളിൽ നിന്ന് കിട്ടുന്ന ഇമേജസ് ഫ്യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് വിഷ്വൽ കോർട്ടെക്സ് ആയിട്ട് മെർജ് ചെയ്യുന്നു. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ബൈനോക്കുലാർ ഫ്യൂഷൻ. ക്ലിയർ ആണല്ലോ? ഈ ബൈനോക്കുലാർ ഫ്യൂഷന്റെ ഫംഗ്ഷൻ എന്താ, നമുക്കൊരു 3D ഇമേജസ് തരുന്നു. ഡിസ്റ്റന്റ് നിയർ ബൈ ഒബ്ജക്റ്റിന്റെ കറക്റ്റ് വ്യൂസ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ കൂടിയാണ് നമ്മുടെ ഈ പറയുന്ന ബൈനോക്കുലാർ വിഷൻ. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിൽ തരുന്ന ആൻസർ നിങ്ങൾ എഴുതേണ്ടത് എന്തിനെ കുറിച്ചാ, ബൈനോക്കുലർ വിഷനെ കുറിച്ചാണ് എഴുതേണ്ടത്. അത് എഴുതിയാൽ മാത്രം പോരാ, അതിന്റെ ഫങ്ഷൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഇയറിന്റെ ടോപ്പിക് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് വരുന്നത്. ഓക്കെ, ഓർഗൻ ഓഫ് കോട്ടൈ where the auditory receptors are present situated the basilar membrane between the middle and lower chain. നമുക്കറിയാം അല്ലെ, ഈ ഓർഗൻ ഓഫ് കോട്ടൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചെവി കേൾക്കാൻ, ദാറ്റ് ഈസ് നമുക്കറിയാം സൗണ്ട് വേവ് നേരെ വരുന്നു, നമ്മളുടെ കോക്ലിയന്റെ ഉള്ളിൽ കാണുന്ന സെൻസറി ഓർഗന്റെ പേരാണ് ഓർഗൻ ഓഫ് കോട്ടൈ. ഓക്കെ, നമുക്കറിയാം സ്റ്റിമുലസിനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ. സോ സൗണ്ട് ഒരു സ്റ്റിമുലസ് ആണെങ്കിൽ ഈ സൗണ്ടിനെ റിസീവ് ചെയ്യുന്ന റിസപ്റ്ററിനെ വിളിക്കുന്ന പേരാണ്
ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. എന്താ വിളിക്കുക? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഈ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് കാണുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. നമ്മുടെ കോക്ലിയന്റെ പിക്ചറാണ് ഈ കൊടുത്തേക്കുന്നത്. ദാറ്റ് ഈസ് അപ്പർ ചേംബർ ഉണ്ട്, മിഡിൽ ചേംബർ ഉണ്ട്. ഈ നടുക്ക് വന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ബേസിലാർ മെംബ്രെയിൻ. എന്താ വിളിക്കുക? ബേസിലാർ മെംബ്രെയിൻ. ഈ മെംബ്രെയിനിലാണ് നമ്മളുടെ ആരിയ്ക്കുന്നത്? ഹെയർ സെൽസ് ഇരിക്കുന്നത്. ആരിയ്ക്കുന്നത്? ഹെയർ സെൽസ്. ഈ ഹെയർ സെൽസ് ആണ് നമ്മളുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ? അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ടൈപ്പ് ഓഫ് റിസപ്റ്റേഴ്സ് ആർ പ്രസന്റ് ഇൻ ദി ഓർഗൻ ഓഫ് കോട്ടൈൽ? ഓർഗൻ ഓഫ് കോട്ടൈൽ ഏത് റിസപ്റ്റർ ഉള്ളത്? അല്ലെ? ഏതാ? നമുക്കറിയാം, ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഏത് റിസപ്റ്റേഴ്സാ? ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. അത് നിങ്ങൾ തെറ്റിക്കാതെ നിങ്ങൾ എഴുതുക. കാരണം ഓർഗൻ ഓഫ് കോട്ടൈൽ കാണുന്ന റിസപ്റ്ററിന്റെ പേരാണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. നെക്സ്റ്റ് നമുക്കറിയാം, ഓഡിറ്ററി റിസപ്റ്റേഴ്സിൽ നിന്ന് ചെല്ലുമ്പോൾ ഹെയർ സെൽസ് ഉണ്ടാവും അല്ലെ? സൗണ്ടിന്റെ ആ വേവ്സ് നേരെ കോക്ലിയയിൽ ചെന്നു. കോക്ലിയയിൽ ആരാ ഉള്ളത്? നമ്മൾ ആ ഇയറിന്റെ ഫ്ലോ ചാർട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ സൗണ്ടിന്റെ വേവ് നേരെ കോക്ലിയയിൽ ചെല്ലുന്നു. കോക്ലിയയിൽ ചെല്ലുമ്പോൾ ഹെയർ സെൽസ് ആക്റ്റീവ് ആവുന്നു. ഹെയർ സെൽസ് എന്തുണ്ടാക്കും? ഇമ്പൾസ് ഉണ്ടാക്കും. ഈ ഇമ്പൾസ് നേരെ എന്തിലൂടെ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുക? വേവ് ട്രാൻസ്പോർട്ട് ഒരു നെർവിലൂടെയാണ്. ആ നെർവിനെ വിളിക്കുന്ന പേരാണ് ഓഡിറ്ററി നെർവ്. ഈ ഓഡിറ്ററി നെർവാണ് നമ്മുടെ സെർബ്രത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏതാ? നെയിം ദ നെർവ് ദാറ്റ് ക്യാരീസ് ദി ഇമ്പൾസ് ഫ്രം ഹിയർ ടു ദി ബ്രെയിൻ. ഹിയർ ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടയിൽ നിന്ന് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുന്ന നെർവിനെ വിളിക്കുന്ന പേരെന്താ? യെസ്, ദാറ്റ് ഈസ് ഓഡിറ്ററി നെർവ്. സെയിം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ. സപ്പോസ് ഓഡിറ്ററി നെർവ് കട്ടായി പോകുന്ന വിചാരിക്കുക, വർക്ക് ചെയ്യുന്നില്ല, എന്ത് സംഭവിക്കും? ആലോചിച്ചിട്ട് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ഈ ഇമ്പൾസ് അല്ലെ, സൗണ്ടിന്റെ ഇമ്പൾസ് ബ്രെയിനിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ. സപ്പോസ് ഈ നെർവ് അല്ലെങ്കിൽ ഈ നെർവ് കട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ പേഴ്സൺ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല? കേൾക്കില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പോർഷനും നിങ്ങൾ പിക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. സാർ നേരത്തെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്ചറും കൂടി റെഫർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് പഠിക്കാൻ. പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, ഓർഗൻ ഓഫ് കോട്ടയിലാണ് ഈ പറയുന്ന ഓഡിറ്ററി റിസപ്റ്റേഴ്സ് അഥവാ ഹെയർ സെൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റീസൺസ് എഴുതുക. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് തരും, അത് വായിച്ചിട്ട് അതിന്റെ പിന്നിലുള്ള കാരണം നിങ്ങൾ വ്യക്തമാക്കുക. ക്ലിയർ ആണല്ലോ? നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺജക്റ്റീവ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മളുടെ കണ്ണിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞാൽ ആന്റീരിയർ പോർഷൻ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ഒരു ലെയർ ആണ് എന്ത്? നമ്മളെ കൺജക്റ്റീവ. ഓക്കെ, ഈ കൺജക്റ്റീവ കീപ്സ് ഐ മോയിസ്റ്റ് ആൻഡ് ഡസ്റ്റ് ഫ്രീ. കറക്റ്റ് അല്ലേ? നമ്മളെ കണ്ണിന്റെ ഉള്ളിലേക്ക് ഈ ജേംസിനെ കയറാതിരിക്കാൻ വേണ്ടിയിട്ടും അല്ലെ, നമ്മളെ കണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കാൻ കാരണം ഈ കൺജക്റ്റീവയാണ്. സോ വാട്ട് ഇസ് ദ റീസൺ? അപ്പൊ നിങ്ങൾ അവിടെ പറയാ, കൺജക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട്? സെക്രീറ്റ് മ്യൂക്കസ്. ഒരു മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ടിയേഴ്സ് നമുക്കറിയാം ലാക്രിമൽ ഗ്ലാൻഡ് ആണ്. ലാക്രിമൽ ഗ്ലാൻഡ് ഒക്കെ ഇരിക്കുന്നത് ഈ ഫ്രണ്ട് ആന്റീരിയർ പോർഷനിലാണ്. സോ നമ്മൾ കൺജക്റ്റീവിൽ പറയുമ്പോൾ സെക്രീറ്റ് മ്യൂക്കസും പറയാം, അതേപോലെ തന്നെ ടിയേഴ്സും പറയാം. ഇതുള്ളത് കൊണ്ടിട്ടാണ് ഈ പറയുന്ന ഏത് കണ്ണെപ്പോഴും മോയിസ്റ്റ് ആയതും ഡസ്റ്റ് ഫ്രീ പാർട്ടിക്കിൾസിനുള്ളിലേക്ക് കയറ്റാതിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്നത്. എന്തുകൊണ്ടിട്ടാ? ബിക്കോസ് ഓഫ് ദി കൺജക്റ്റീവ സെക്രീറ്റ് മ്യൂക്കസ് ആൻഡ് ടിയേഴ്സ് എക്സെട്ര. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിന് കാരണം ഇതാണെന്ന് എഴുതി വെക്കുക. ക്ലിയർ ആണല്ലോ? നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം ഇയറിൽ നമുക്കറിയാം ഇയറിന്റെ കനാൽ ഉണ്ട് അല്ലെ? ഈ പിന്നെ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വരുന്നത് ഇയർ കനാലാണ്. ഈ ഇയർ കനാലിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? വാക്സും ഉണ്ട്, ഹെയറും ഉണ്ട്. ഓക്കെ, നമുക്കറിയാം അത് ഉള്ളതുകൊണ്ട് എന്താ ഉപയോഗം? നല്ലൊരു കാരണം നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ ഏറ്റവും തിന്നസ്റ്റ് മെംബ്രെയിൻ ആയിട്ടുള്ള ഇയർ ഡ്രം ഓർ ടിംബാനം പ്രസന്റ് ആണ്. ഈ ടിംബാനത്തിന്റെ ഉള്ളിലേക്ക് വൈബ്രേഷൻസ് ചെന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുള്ളൂ, ഹിയറിംഗിന്റെ പ്രോസസ്സ് നടക്കുള്ളൂ. സപ്പോസ് ഈ വാക്സും ഹെയർസും ഉള്ളത് കൊണ്ട് നമ്മളുടെ പുറത്തുനിന്ന് കയറുന്ന ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡസ്റ്റ്, ജേംസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വേവ് കറക്റ്റായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകാനും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മളുടെ ഈ പറയുന്ന ഇയർ വാക്സ്. ഇപ്പോൾ ഇയർ വാക്സിന്റെ ഫംഗ്ഷൻ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പറയുന്നുണ്ട്. എന്തൊക്കെയാ ഫംഗ്ഷൻസ്? ജേംസിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഫോറിൻ പാർട്ടിക്കിൾസിന് ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാനും ചെവിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മുടെ ഇയർ വാക്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റും എഴുതുക. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് തേർഡ് നോക്കാം. റോഡ് സെൽസ് ഹെൽപ്സ് ഹാസ് ടു സീൻ ഡിം ലൈറ്റ് ബട്ട് കോൺ സെൽസ് ഡു നോട്ട്. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് റോഡ് സെൽസ് നമ്മൾക്ക് എന്ത് വിഷനാ തരാ? റോഡ് സെൽസ് നമുക്ക് തരുന്ന വിഷൻ എപ്പോഴും ഏത് വിഷനാ? ഡാർക്ക് വിഷൻ ആണ്. ഏത് വിഷനാണ്? ഡാർക്ക് വിഷൻ. ബിക്കോസ് റോഡ് സെൽസിന് എന്ത് മീൻസ് റോഡ് സെൽസിന് ലൈറ്റിന്റെ ആവശ്യം വേണ്ട.
കാരണം റോഡ് സെൽസ് വർക്ക് ചെയ്യുന്നപ്പോഴും ഒരു ഡാർക്ക് ലോ ലൈറ്റ് ഇന്റൻസിറ്റിയിലാണ്. ആ പോയിന്റ് പറയാ, ലോ ലൈറ്റ് ഇന്റൻസിറ്റിയിലാണ്. നേരെ മറിച്ച് കോൺസെൽസിനാണെങ്കിലോ, കോൺസെൽസിന് എന്ത് വേണം? ലൈറ്റ് വേണം. ബ്രൈറ്റ് ലൈറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഹൈ സെൻസിറ്റീവ് ടു ലൈറ്റ്, ഹൈ സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ്. റോഡ് സെൽസ് ആണെങ്കിൽ എന്തായിരിക്കും? ലോ സെൻസിറ്റീവ് ടു ലൈറ്റ് ആണ്. അതാണ് അതിന്റെ റീസൺസ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നിങ്ങൾ അവിടെ എഴുതേണ്ടത് ഡാർക്ക് വിഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ബിക്കോസ് അവർക്ക് എന്തിന്റെ ആവശ്യം വേണ്ട? ലോ ലൈറ്റ് മതി. കോൺസെൽസിലാണെങ്കിൽ നല്ല ഹെവി, ദാറ്റ് ഇസ് ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി ആണ് അവിടെ വേണ്ടത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാം. We perceive yellow color when both red and green colors are stimulated together. ഈ ഒരു പോയിന്റ് നമുക്കറിയാം, കോൺസെൽസ് 3 കളേഴ്സ് ആ ഉള്ളത് അല്ലെ? റെഡ്, ഗ്രീൻ, അതേപോലെ തന്നെ ബ്ലൂ. ഈ 3 കളേഴ്സ് ആണ് മെയിൻലി പറയുന്നത്. ഈ 3 കോൺസെൽസ് ഉള്ളതുകൊണ്ടിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കളർ വിഷൻസ് കിട്ടുന്നത്. ഇതൊരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ ഇത് പറയുന്നുണ്ട്, നിങ്ങൾ അത് നന്നായിട്ട് വായിക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 3 സെൽസ് ഏതൊക്കെയാ? 3 സെൽസ് റെഡ്, ഗ്രീൻ, ഓക്കെ, ബ്ലൂ. ഈ 3 കളേഴ്സ് ഉണ്ട്. ഇതില് റെഡും ഗ്രീനും കളേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കിട്ടുമ്പോഴാണ് എന്ത് കാണാൻ പറ്റും? നമുക്ക് യെല്ലോ കളർ കിട്ടുന്നത്. ഏതൊക്കെയാണ്? റെഡും ഗ്രീൻ കളേഴ്സും. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, ഗ്രീനിന് ഒരു മിഡിൽ വേവ് ലെങ്ത് ആണ് ഉള്ളത്. അപ്പൊ ഈ 2 കളേഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ യെല്ലോ കളർ വരുന്നത്. സോ കോൺസെൽസ് വർക്ക്, ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കോൺസെൽസുകൾ അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് വിഷൻ തരുന്ന ഈ സെൽസുകൾ കമ്പൈൻ ചെയ്തിട്ടാണ്, ദർ ഇസ് എ കമ്പൈൻഡ് ആക്ഷൻ ഓഫ് കോൺസെൽസ്, ദാറ്റ് ഇസ് റെഡിന്റെയും ഗ്രീനിന്റെയും ഈ 2 കോൺസെൽസുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുക? യെല്ലോ കളർ കിട്ടുക. സോ നിങ്ങൾ ഇവിടെ ആൻസർ ചെയ്തത് എന്താ? വെൻ റെഡ് ആൻഡ് ഗ്രീൻ കളർ കമ്പൈൻസ് ടു ഫോം എ യെല്ലോ കളർ, ബിക്കോസ് കോൺസെൽസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് കോമ്പിനേഷൻസ് ഓഫ് ദീസ് 3 കോൺസെൽസ് കൂടിയാണ് നമുക്ക് കളർ വിഷൻ നൽകുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യന് നിങ്ങൾ എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് തരും, അതിന് കറക്റ്റ് ആയിട്ടുള്ള റീസൺസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതുക. ഈ 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളുടെ ഐ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയാം, നമുക്ക് 2 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ്, 2 ടൈപ്പ് ഓഫ് വ്യൂ ഉണ്ട് അല്ലെ മക്കളെ? നമുക്ക് അടുത്തുള്ള ഒബ്ജക്റ്റും കാണാൻ പറ്റും, നിയർ ബൈ ലോങ് ഉള്ള ഒബ്ജക്റ്റും കാണാൻ പറ്റും അല്ലെ? നമ്മൾ സാധാരണ ഒരു ക്യാമറയിൽ എടുക്കുകയാണെങ്കിൽ നിയർ ബൈ ഒബ്ജക്റ്റുകൾ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ഒക്കെ ചെയ്തിട്ടാണ് എടുക്കുക അല്ലെ? ഇനി ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെയും നമ്മൾ ക്യാമറ സെറ്റിംഗ്സ് അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷേ ഹ്യൂമൻ ഐക്ക് ഇത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്? 2 ഒബ്ജക്റ്റിനെയും, അതായത് നിയർ ബൈ കാണാൻ പറ്റും, ലോങ് ഡിസ്റ്റൻസും കാണാൻ പറ്റും. ആ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേര് നിങ്ങൾ ഓർത്തിരിക്കുക, പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മളുടെ കണ്ണിനെ ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന 2 ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് വ്യൂസും, ദാറ്റ് ഇസ് നിയർ ബൈ ആൻഡ് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ്, ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓട്ടോ റെഗുലേറ്റഡ് ആണ്. നമ്മളെ കണ്ണ് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് ബൈ ദിസ് ഫിനോമിനൻ കോൾഡ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണിന്റെ മെയിൻ ആയിട്ടുള്ള 3 ഭാഗങ്ങൾ. ആദ്യം തന്നെ ഈ ഭാഗങ്ങളൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഭാഗമാണ് എന്ത്? സീലിയറി മസിൽസ്. ഏതാണ്? സീലിയറി മസിൽസ്. നടുക്ക് വരുന്നതാണ് നമ്മൾ എന്ത്? ലെൻസിന്റെ കർവേച്ചർ. ലെൻസ് കർവേച്ചർ എന്ന് പറയുമ്പോൾ വളയുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് ലെൻസ് കർവേച്ചർ. നിങ്ങൾ ഫിസിക്സിലൊക്കെ നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ കർവേച്ചർ ഒക്കെ പഠിക്കുന്നുണ്ട്. കണ്ണിന്റെ കർവേച്ചർ ആണ് ഈ വരച്ചേക്കുന്നത്. പിന്നെ താഴത്ത് വരുന്നതാണ് എന്ത്? ലിഗമെന്റ്സ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഡിസ്ക്രൈബ് ദ സ്റ്റേറ്റ് ഓഫ് സീലിയറി മസിൽസ് ആൻഡ് ലിഗമെന്റ്. അടിവരെ ഇട്ട് നോക്കാം. ദാറ്റ് ഈസ് വെൻ ഡിസ്റ്റന്റ് ഒബ്ജക്ട്, ദൂരത്തുള്ള ഒരു ഒബ്ജക്റ്റ് കാണുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഈ സീലിയറി മസിൽസിന്റെ ലിഗമെന്റിന്റെയും വ്യത്യാസം അല്ലെങ്കിൽ എന്ത് ചേഞ്ച് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. മക്കൾ ഇപ്പം തന്നെ നിങ്ങൾ അത് പഠിക്കാം. നമ്മൾ 2 ടൈപ്പ് ഓഫ്, ഇവിടെ നമുക്ക് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് ചോദിക്കുമ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? നമ്മളുടെ സീലിയറി മസിൽസ് എന്താവുന്നു? സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആവുന്നു. സീലിയറി മസിൽസ് എന്താവുന്നു? റിലാക്സ്ഡ് ആവുന്നു. ഓക്കെ, ഇനി നമ്മളെ ലിഗമെന്റ്സ് എന്താവുന്നു? ലിഗമെന്റ്സ് സ്ട്രെച്ച് ആവും, ദാറ്റ് ഈസ് കോൺട്രാക്ട്. ലിഗമെന്റ്സ് കോൺട്രാക്ട് അല്ലെങ്കിൽ സ്ട്രെച്ച് ആവുന്നു. ലിഗമെന്റ്സ് സ്ട്രെച്ച് ആകുമ്പോൾ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആവുന്നു. അപ്പോൾ ഈ ലെൻസിന്റെ കർവേച്ചർ, ഓക്കെ, ലെൻസിന്റെ കർവേച്ചർ കൂടോ കുറയോ അവിടെ നമ്മൾ സീലിയറി മസിൽസ് എന്താ? റിലാക്സ്ഡ് ആണ്. ഓക്കെ, ചുരുങ്ങിയിരിക്കുക. അപ്പൊ ഒരു ബലൂൺ നമ്മൾ എയർ വീർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ബലൂൺ നല്ല രീതിയിൽ എയർ വീർപ്പിക്കുമ്പോൾ ആ ബലൂണിന്റെ ആ ഒരു ബൾജൻ പോർഷൻ എന്ത് ചെയ്യും? നന്നായി തള്ളി വരും. ഇവിടെ നമ്മൾ റിലാക്സ്ഡ് ആ ചെയ്യാം. ഏത്? നമ്മളെ സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആ. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് എയർ മീൻസ് ആ ലെൻസിന്റെ ആ കർവേച്ചർ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? കുറയും. സോ ദി കർവേച്ചർ ഓഫ് ലെൻസ് എന്താവുന്നു? ഡിക്രീസ് ആവുന്നു. മക്കളെ ഒരു പോയിന്റും കൂടി പഠിക്കാം. നമ്മള്
ഈ ഒരു ഫിഗർ നോക്കിയേ നിങ്ങൾ, ഇതാണ് നമ്മളുടെ ലെൻസ് എങ്കിൽ ഇതാണ് നമ്മളുടെ റെറ്റിന. ഇത് ലെൻസ്, ഇത് റെറ്റിന. ലെൻസും റെറ്റിനയും തമ്മിലുള്ള ഇടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. എന്താ വിളിക്കുക? ഫോക്കൽ ലെങ്ത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കെർവേച്ചർ കൂടിയോ കുറഞ്ഞോ? എപ്പോഴും ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് കാണുമ്പോൾ കെർവേച്ചർ കംപ്ലീറ്റ്ലി കുറയാ. കെർവേച്ചർ കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഡിസ്റ്റൻസ് കൂടണേണോ കുറയണേണോ? എന്താ? ഫോക്കൽ ലെങ്ത് കൂടുകയാണ് അവിടെ ചെയ്യുക. അപ്പോൾ നിയർ ബൈ ഒബ്ജക്റ്റ് അല്ല, ഡിസ്റ്റന്റ് ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്തൊക്കെ പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ടത്? സീലിയറി മസിൽസ് എന്താവുന്നു? റിലാക്സ്ഡ് ആവുന്നു. ലിഗമെന്റ് എന്താവുന്നു? കോൺട്രാക്ട് ആവുന്നു അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് ആവുന്നു. ഒരു അഡീഷണൽ പോയിന്റ് കൂടി ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് കർവേച്ചർ ഓഫ് ദി ലെൻസ് എന്താവുന്നു? ഡിക്രീസ് ആവുന്നു. കർവേച്ചർ ഡിക്രീസ് ആവുമ്പോൾ ഫോക്കൽ ലെങ്ത് കൂടുന്നു. ഇതാണ് നമ്മളുടെ എ ക്വസ്റ്റിന്റെ ആൻസർ. എ ക്വസ്റ്റിൽ നമുക്ക് എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? സീലിയറി മസിൽസിന്റെ ലിഗമെന്റിനെയും പറഞ്ഞിട്ടുള്ളൂ. താഴത്തുള്ള ക്വസ്റ്റ്യൻസിൽ വീണ്ടും അത് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, നമുക്ക് ഒന്നും കൂടി നോക്കാം. ഹൗ ഡു ദിസ് പാർട്ട് ചേഞ്ചസ് ദി നിയർ ബൈ ഒബ്ജക്ട്? ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നമുക്ക് എഴുതിയാൽ പോരെ? ദാറ്റ് ഈസ് സീലിയറി മസിൽസ്. ഇത് നമ്മൾ എഴുതിയേക്കുന്നത് ഡിസ്റ്റന്റ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞ മക്കളെ, സീലിയറി മസിൽസ് എന്താവുന്നു? സീലിയറി മസിൽസ് കോൺട്രാക്ട് ആവുന്നു. ഇതിന്റെ ഓപ്പോസിറ്റ് എഴുതിയാൽ മതി. ലിഗമെന്റ് എന്താവുന്നു? ലിഗമെന്റ് റിലാക്സ്ഡ് ആവുന്നു. ലിഗമെന്റ്സ് റിലാക്സ്ഡ് ആവുന്നു. കർവേച്ചർ ഓഫ് അല്ലെ സീലിയറി മസിൽസ് കംപ്ലീറ്റ് എന്താ ചുരുങ്ങാ ചെയ്യാം, മീൻസ് കംപ്ലീറ്റ്ലി എന്താ പറയുക, സീലിയറി മസിൽസ് കംപ്ലീറ്റ്ലി കോൺട്രാക്റ്റഡ് ആവുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ആ ഒരു പോർഷൻ കർവേച്ചർ ഓഫ് ലെൻസിന്റെ കർവേച്ചർ നല്ല രീതിയിൽ ബൾജ് ഔട്ട് ആയി വരും. ഈ ഒരു പിക്ചറിൽ കാണിച്ചേക്കുന്ന പോലെ നല്ല രീതിയിൽ ബൾജ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പൊ ഡിസ്റ്റൻസ് കൂടോ കുറയോ? റെറ്റിനയിലേക്കുള്ള ഡിസ്റ്റൻസ് പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ത് ചെയ്യുന്നു? ഫോക്കൽ ലെങ്ത് കുറയുന്നു. നിങ്ങൾ ഫിസിക്സിൽ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്, പവർ കാണാനുള്ള ഇക്വേഷൻ ആണ് 1/f എന്നൊരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഫോക്കൽ ലെങ്ത് കുറഞ്ഞാൽ എന്ത് കൂടുന്നു? പവർ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് എന്താ സംഭവിക്കുക? ഫോക്കൽ ലെങ്ത് കൂടുന്നതനുസരിച്ച് പവർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി ഫോക്കൽ ലെങ്ത് കുറയുന്നതനുസരിച്ച് പവർ കൂടുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമ്മൾ ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താ സംഭവിക്കുക? ഫോക്കൽ ലെങ്ത് കൂടുന്നല്ലേ? അപ്പൊ എന്ത് സംഭവിക്കുന്നു? പവർ കൂടുന്നു. ക്ലിയർ ആണല്ലോ? ഫോക്കൽ ലെങ്ത് കുറയുമ്പോൾ പവർ കൂടുന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്ന ഓർത്ത് ഇരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ 2 ടൈപ്പ് ഓഫ് ഒബ്ജക്റ്റ് ഉണ്ട്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റും ഉണ്ട്, നിയർ ബൈ ഒബ്ജക്റ്റും ഉണ്ട്. ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിലാണെങ്കിൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് കൂടുന്നു, അങ്ങനെയാണെങ്കിൽ പവർ കുറയുന്നു. ഇപ്പുറത്താണെങ്കിൽ കർവേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഫോക്കൽ ലെങ്ത് കുറയുന്നു, പവർ കുറയുന്നു. ഫോക്കൽ ലെങ്ത് കൂടുന്നു, പവർ കുറയുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ചാപ്റ്ററിൽ ഐസ്, ഇയർ, അതേപോലെ തന്നെ നോസ്, ടങ്, സ്കിന്ന്, ഇതിന്റെയൊക്കെ ഡയഗ്രാംസ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രാം തന്നിട്ട് കറക്റ്റ് ആയിട്ട് ലേബിളിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. നമുക്കറിയാം ഇവിടെ ഐന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നിങ്ങൾ അത് കോപ്പി ഡൗൺ ചെയ്യാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. സോ നമുക്ക് ഓരോ പിക്ചർ കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ദി ട്രാൻസ്പെറന്റ് പാർട്ട് ഓഫ് ഐ allows the light enter the eye. അല്ലെ, പുറത്തുനിന്ന് വരുന്ന ലൈറ്റിനെ ഉള്ളിലേക്ക് കയറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഇസ് എ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോർണിയ. എന്താ വിളിക്കുക? കറക്റ്റ് ആയിട്ട് ഇതേപോലെ എന്ത് ചെയ്യാം? ലേബിൾ ചെയ്യാം മക്കളെ. ഇനി ബി ക്വസ്റ്റ്യൻ ആണ്, the part in the middle of retina where corn cells are abundant എന്ന് പറഞ്ഞാൽ ധാരാളം corn cells കാണാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് corn cells കളർ വിഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ corn cellsഉം റോഡ് സെൽസും കാണുന്ന ലെയർ ആണ് റെറ്റിന. ഓക്കെ, അപ്പോൾ റെറ്റിനയിൽ ഏറ്റവും കൂടുതൽ corn cells കാണുന്ന ഒരു റീജിയൻ ആണ് മക്കളെ നമ്മളുടെ ഈ പറയുന്ന കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യുക, ദാറ്റ് ഈസ് ബി വരുന്നതാണ്. ഈ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ബി എന്ന് കൊടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ എഴുതാ യെല്ലോ സ്പോട്ട്. എന്താ വിളിക്കുക? യെല്ലോ സ്പോട്ട്. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മളുടെ ബിന്റെ ആൻസർ വരുന്നത് മക്കളെ. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. ദ പാർട്ട് വിച്ച് കണ്ടെയ്ൻ ദ പിഗ്മെന്റ് കോൾഡ് മെലാനിൻ അല്ലെ, നമുക്ക് എല്ലാവർക്കും ഫോർ എക്സാമ്പിൾ ഐശ്വര്യ റായിന്റെ കണ്ണെടുക്കുകയാണെങ്കിൽ ബ്ലൂ കളറിലായിട്ടാണ് നമുക്ക് കോമൺലി എല്ലാവർക്കും കാണുന്ന ഒരു ബ്ലാക്ക് ഐസ് ആയതുകൊണ്ട് തന്നെ ആ കളർ ചേഞ്ച് വരുന്ന ഭാഗം ദാറ്റ് ഇസ് ഐറിസിൽ ഈ മെലാനിൻ ഉള്ളതുകൊണ്ടിട്ടാണ് പലർക്കും പല ഈ കളേഴ്സ് വരുന്നത്. സോ ഐറിസ് എവിടെയാ കാണുക? ഐറിസ് വരുന്നതാണ് മക്കളെ ഈ പോർഷൻ ആണ്. ഇത് നമ്മുടെ സീലിയറി മസിൽസ് ആണ്. ഇതിന്റെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് ഈ പോർഷനെ വിളിക്കുന്ന പേരാണ് സി, ദാറ്റ് ഈസ് ഐറിസ്. ക്ലിയർ ആണല്ലോ? സോ ഇതേപോലെ വരച്ച് നല്ല വൃത്തിക്ക് വരച്ച് ഓരോ പോർഷൻസും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ലേബിൾ ചെയ്താൽ നല്ല ഫുൾ മാർക്ക് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളുടെ ഓൾ ഫാക്ഷൻ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഡയഗ്രാംസ് നന്നായിട്ട് റെഫർ ചെയ്യുക. ഒരിക്കലും ടോപ്പിക്സ് മാത്രം നിങ്ങൾ പഠിച്ചു പോകരുത്. ഇതേപോലത്തെ ഡയഗ്രാം റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ഒരു 50 to 60% എന്തായാലും ചോദിച്ചിരിക്കും.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഡയഗ്രാംസും കൂടി വെച്ചിട്ട് വേണം പഠിക്കാൻ. നമുക്കറിയാം ഇത് ഏതിന്റെ, ഇത് നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ തന്നെ ഉറപ്പിച്ചോ ഇത് നമ്മളുടെ നോസ് റിലേറ്റഡ് ആണ്, ഇത് നമ്മളുടെ ഓൾഫാക്ടറി റിസപ്റ്ററിന്റെ പിക്ചർ ആണെന്നൊക്കെ നിങ്ങൾ അപ്പം തന്നെ ഒന്ന് അവിടെ എഴുതി ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഓൾഫാക്ടറി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോമ പാർട്ടിക്കിൾസ്, അത് മറക്കരുത്. ഏത് ഡിസോൾവ് ചെയ്യുന്നത് ഏതാ നമുക്കറിയാം, എയർ. ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് സ്പ്രേ ഒന്ന് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് അടിച്ചു, അപ്പൊ അതിന്റെ ആ സ്പ്രേന്റെ മോളിക്യൂൾസ് നേരെ നമ്മളുടെ മൂക്കിലേക്ക് കയറിച്ചില്ല. മൂക്കിൽ ഒരു നനഞ്ഞൊരു ഫ്ലൂയിഡ് എപ്പോഴും ഉണ്ടാവും. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മ്യൂക്കസ്. എന്താ വിളിക്കുക, മ്യൂക്കസ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദിസ് മ്യൂക്കസ് മെംബ്രെയിൻ. ആരായിരിക്കും? യെസ്, നമ്മളുടെ ഓൾഫാക്ടറി റിസപ്റ്റർ ആണ് നമ്മൾ അവിടെ വരിക. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ വരുന്നത് എന്താ നോക്കിയേ. നെയിം ദ നെർവ് ദാറ്റ് ക്യാരി ദ ഇമ്പൾസ് ഫ്രം സ്മെൽ ടു ദി ബ്രെയിൻ. അല്ലെ, നമുക്ക് ആ സ്മെല്ല് ഡിറ്റക്ട് നേരെ ബ്രെയിനിലേക്ക് കൊടുക്കണം, എന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, സ്മെല്ലിംഗ് കേപ്പബിലിറ്റി കിട്ടുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ നെർവിനെ വിളിക്കുന്ന പേരെന്താ? ആ നെർവിനെ വിളിക്കുന്ന പേരാണ് ഓൾഫാക്ടറി നെർവ്. ക്ലിയർ ആണല്ലോ മക്കളെ. അങ്ങനെയാണെങ്കിൽ ഡി പാർട്ട് ബ്രെയിനിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. ബ്രെയിനിലെ ഏത് ഭാഗത്തിലേക്കാണ് സ്മെല്ലിന്റെ ഇത് ഇമ്പൾസ് പാസ് ചെയ്യുന്നത്? ഏതായിരിക്കും? സെൻസേഷൻ ഓഫ് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് നമ്മളുടെ സെറിബ്രം. എന്താ വിളിക്കുക? സെറിബ്രം. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൻസേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ. നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ കുറേ നേരം നമ്മൾ കുറച്ച് എന്താ പറയുക, ഐന്റെയും ഇയറിന്റെയും നോസിന്റെയും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഐ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡിസീസുകൾ പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പല രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കണ്ടീഷൻ തന്നിട്ട് അതേതാന്ന് ചോദിക്കാം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം, ഇൻകംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാം, ടേബിൾ തെറ്റിച്ച് തരാം, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നിങ്ങൾ ആ പോർഷൻസ് നന്നായിട്ട് എന്ത് ചെയ്യുക, എന്താണ് അസുഖത്തിന്റെ പേര്, അതിന്റെ കാരണം എന്തൊക്കെയാണ്, ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ആ ഫോർമാറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാം. പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് അവിടെ ഒരു സൈഡിൽ ഒരു നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പോലെ തന്നെ ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്ന റെറ്റിനയിലാണ്. പക്ഷെ ആ ഇമേജ് ഫോം ചെയ്തേക്കുന്നത് റെറ്റിനന്റെ ബാക്കിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഡ്രേ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബയോളജിയിലും അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാം. ദാറ്റ് ഈസ് ലോങ് സൈറ്റഡ്നെസിന്റെ പിക്ചറാണ് ആ കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണല്ലോ. ചിലപ്പോൾ ഈ പിക്ചർ എന്നിട്ടും എക്സാമിന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ പേഴ്സൺ ഇസ് എക്സ്പീരിയൻസ് ബ്ലർഡ് വിഷൻ. ഒരു പേഴ്സണ് ബ്ലർഡ് വിഷനാണ്. Upon examination, it was found that lens of their eyes is became opaque. Opaque എന്ന് പറയുമ്പോൾ ലൈറ്റ് കടത്തിവിടാത്ത സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ഒപ്പേക്ക് സബ്സ്റ്റൻസ്. ലൈറ്റിനെ കടത്തിവിടുന്ന സബ്സ്റ്റൻസുകളെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പെറന്റ് സബ്ജക്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളുടെ കണ്ണിലേക്ക് ലൈറ്റിന് എന്ത് ചെയ്യുന്നില്ല, ലെൻസ് ലൈറ്റ് കടത്തിവിടുന്നില്ല, അയാൾക്ക് കംപ്ലീറ്റ് ബ്ലഡ് വിഷൻ ആണ്, ബിക്കോസ് ഓഫ് ദി ലെൻസ് ഇസ് ഒപ്പേക്ക്. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണിന് എന്ത് അസുഖമായിരിക്കും? ദാറ്റ് ഈസ് കാറ്ററാക്ട്, തിമിരമായിരിക്കും ആ പേഴ്സണ് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ തിമിരത്തിനാണ് ഇവിടെ മെയിൻ പ്രശ്നം വന്നേക്കുന്നത്. എന്തിനാ? ലെൻസിനാണ് പ്രശ്നം വന്നേക്കുന്നത് അല്ലെ. നമ്മളൊരു ക്യാമറന്റെ ലെൻസ് ഇതായി നമ്മൾ ലെൻസ് എന്ത് ചെയ്യും, മാറ്റി വെക്കും. അതേപോലെ മനുഷ്യന്റെയും നമുക്ക് എന്ത് ചെയ്യാം, ലെൻസ് റീപ്ലേസ് ചെയ്യാൻ പറ്റും ത്രൂ ലെൻസ് സർജറി. ലെൻസ് സർജറി വഴി നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാം. ക്ലിയർ ആണല്ലോ മക്കളെ. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ അനദർ ടൈപ്പ് ഓഫ് ദ ഡിസീസ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ് കോസ്ഡ് ബ്ലഡ് വിഷൻ? അല്ലെ, ഇത് കാറ്ററാക്ട് പോലെ തന്നെ വേറൊരു ഡിസീസും കൂടി ഉണ്ട്, മീൻസ് വേറൊരു ഐ ഡിസീസും കൂടി ഉണ്ട്. അത് ഏതായിരിക്കും ബ്ലഡ് വിഷൻ തരുന്ന ആ ഒരു ഡിസീസ്? ദാറ്റ് ഈസ് ഗ്ലൂക്കോമ. ക്ലിയർ ആണല്ലോ. എന്താ ഗ്ലൂക്കോമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഗ്ലൂക്കോമയില് നമുക്ക് എന്താ പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതാണ് അല്ലെ. നമ്മുടെ ബോഡിയിൽ നിന്ന് അക്വസ് ഹ്യൂമർ തിരിച്ച് റീഅബ്സോർബ് ചെയ്തില്ലെങ്കിൽ അവിടെ അക്വസ് ഹ്യൂമർ അടിഞ്ഞുകൂടുകയും ആ ഒരു പോർഷനിൽ എന്ത് കൂടുന്നു, പ്രഷർ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. പ്രഷർ കംപ്ലീറ്റ്ലി ഇൻക്രീസ് ആകുമ്പോൾ നമുക്കവിടെ ഒരു നെർവ് ഉണ്ട്. ഏതാണ് ആ നെർവ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ കണ്ണ് കാണാനും ഇമ്പൾസൻ ഒപ്റ്റിക് നെർവിലൂടെയാണ് നമ്മൾ ബ്രെയിനിലേക്ക് കൊടുക്കുക. ഈ ഒപ്റ്റിക് നെർവ് കംപ്ലീറ്റ് എന്തായി പോവും? ഡ്യൂ ടു ദിസ് പ്രഷർ ഇൻസൈഡ്, കണ്ണിന്റെ ഉള്ളിലുള്ള ഈ ഒരു പ്രഷർ വന്നതുകൊണ്ട് മാത്രം ആ ഒരു ഒപ്റ്റിക് നെർവിന് ഡാമേജ് സംഭവിക്കുന്നു. ഒപ്റ്റിക് നെർവ് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ്നെസ് ആയിരിക്കും. കണ്ണൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. സോ ദ ആൻസർ ഇസ് ഗ്ലൂക്കോമ. അവിടെ എക്സ്പ്ലെയിൻഡ് കോസും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ 2 പോയിന്റും കൂടി മെൻഷൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ മക്കളെ. നമുക്കിനി ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
അല്ലെ? നമുക്കറിയാം സൗണ്ട് വേവ്സ് ഉണ്ട്. നമുക്കറിയാം സൗണ്ട് വേവ്സ് നേരെ ഇയറിലേക്ക് പിന്നെ കളക്ട് ചെയ്യുന്നു, നേരെ ഒരു ഇയർ കനാലിലൂടെ, ദാറ്റ് ഈസ് ഓഡിറ്ററി കനാലിലൂടെ പാസ് ചെയ്ത് നമ്മളുടെ ടിംബാനത്തിൽ എത്തുന്നു. സൗണ്ട് വേവ്സ് വൈബ്രേറ്റ് ദി ടിംബാനം where the vibration passes through the ear ossicles then vibrate to oval window. കറക്റ്റ് അല്ലേ? നമ്മൾ ഈ ചെവിന്റെ പിക്ചറിൽ വരുമ്പോൾ നേരെ വൈബ്രേഷൻസ് വരുന്നു, നമ്മുടെ ടിംബാനത്തിൽ ടച്ച് ചെയ്യുന്നു, അവിടെ നമ്മളുടെ ഇയർ ഓസിക്കിൾസ് ഉണ്ട്, ഇയർ ഓസിക്കിൾസ് നേരെ ഓവൽ വിൻഡോയിലൂടെ പാസ് ചെയ്ത് നമ്മളുടെ കോക്ലിയക്ക് പാസ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം അതല്ല, വിച്ച് ആർ ദ 3 ഇയർ ഓസിക്കിൾസ്. മക്കളെ, ഓസിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൺസ് എന്നാണ് അർത്ഥം. ഓസിക്കിൾസിന്റെ മീനിങ്സ് ആണ് ബോൺസ്. നമ്മുടെ ചെവിയിൽ 3 ബോൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ 3 ബോൺസ് ആണ് ടിംബാനത്തിൽ നിന്നുള്ള ആ സൗണ്ട് വേവിനെ നേരെ ഇന്നർ ഇയറിലേക്ക് പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 3 ബോൺസിനെ നമുക്ക് മിസ് എന്ന് വിളിക്കാം. MIS. ആരൊക്കെയാണ് മിസ്? നമ്മളുടെ മാലിസ്, ഇൻകസ്, സ്റ്റേപ്സ്. ആരൊക്കെയാണ്? മാലിസ്, ഇൻകസ്, സ്റ്റേപ്സ്. ഓക്കെ, നമ്മുടെ ചെവിയിലെ ഏറ്റവും ചെറിയ ബോണും കൂടിയാണ് ആര്? നമ്മളുടെ സ്റ്റേപ്സ്. അതൊന്നും ഓർത്തിരിക്കാം. സോ നെയിം ദ 3 ഇയർ ഓസിക്കിൾസ് ഏതൊക്കെയാണ്? മാലിസ്, ഇൻകസ്, സ്റ്റേപ്സ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് റിസീവ് ദി വൈബ്രേഷൻ ആഫ്റ്റർ ദി ഓവൽ വിൻഡോ? ഓവൽ വിൻഡോ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, നമുക്കറിയാം നേരെ ടിംബാനത്തിലേക്ക് വരുന്നു, ടിംബാനത്തിൽ നിന്ന് ഇയർ ഓസിക്കിൾസിലൂടെ പാസ് ചെയ്ത് ഇയർ ഓസിക്കിൾസിൽ നിന്ന് നേരെ അത് എവിടെ എത്തുന്നു? നമ്മളുടെ ഈ ഓവൽ വിൻഡോയിൽ എത്തുന്നു. ഓക്കെ, ഓവൽ വിൻഡോ കഴിഞ്ഞിട്ട് ഇതാരായിരിക്കും വാങ്ങിക്കുക? നമ്മളുടെ സ്നെയിലിന്റെ ഷെല്ല് പോലത്തെ ഒരു പാർട്ടാണ്, ദാറ്റ് ഈസ് കോക്ലിയ. അപ്പൊ ആരായിരിക്കും? ഓവൽ വിൻഡോ കഴിഞ്ഞിട്ട് ആ സൗണ്ട് വൈബ്രേഷൻ. കോക്ലിയ ഇസ് ദി ഇന്നർ പാർട്ട് ഓഫ് ദി ഇയർ. സോ whenever the sound wave is transferred and reaches the ഏത് പോർഷനിൽ ഓവൽ വിൻഡോയിൽ എത്തിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദി കോക്ലിയ സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ? അപ്പൊ ആൻസർ വരുന്നത് കോക്ലിയ ആണ് അവിടെ ആൻസർ വരിക. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കിനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ഇതുവരെയായിട്ടും ഡിസ്കസ് ചെയ്താത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഐസ്, നോസ് നമ്മൾ നോക്കി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇയറും നോക്കി. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ടങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മക്കൾ ഇപ്പൊ തന്നെ പഠിക്കാം എന്താണ് സ്റ്റിമുലസ്, എന്താണ് റിസപ്റ്റേഴ്സ് എന്നുള്ളത്. ഓക്കെ, സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ചൂട് സർഫസിൽ കൊണ്ട് ഞാൻ കൈ വലിച്ചു. ഈ വലിക്കുന്നതാണ് എൻ്റെ റെസ്പോൺസ്. ഓക്കെ, ഈ വലിക്കാൻ കാരണക്കാരനാരാ? ആ ചൂടല്ലേ. സോ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലൈ. സ്റ്റിമുലൈനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റേഴ്സ്. നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ റിസപ്റ്റേഴ്സ് ഉള്ള ഒരു സെൻസ് ഓർഗനാണ് നമ്മുടെ സ്കിൻ. നമുക്ക് അതിലേക്കൊക്കെ തിരിച്ചു വരാം. നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ടേസ്റ്റ്, ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടാൻ കാരണം നമ്മുടെ നാക്കിന്റെ മേളിൽ ധാരാളം ചെറിയ ചെറിയ കുരുക്കളുണ്ട് അല്ലെ? ദാറ്റ് ഈസ് നോൺ ആസ് പാപ്പില്ല. എന്താ വിളിക്കുക? പാപ്പില്ല. ഇറ്റ് ഈസ് പാപ്പിലിന്റെ ഉള്ളിൽ കാണുന്നതാണ്. ദാറ്റ് ഈസ് പാപ്പില്ല. നമുക്ക് എന്തും കൂടി വിളിക്കാം? ടേസ്റ്റ് ബഡ്സ് എന്നും കൂടി വിളിക്കാം. ആ ടേസ്റ്റ് ബഡ്സിൽ കാണുന്ന റിസപ്റ്റേഴ്സിനെ വിളിക്കുന്ന പേരാണ് കീമോ റിസപ്റ്റേഴ്സ്. എന്താ വിളിക്കുക? കീമോ റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ അത് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് സലൈവ ഇൻ ദി സെൻസ് ഓഫ് ദി ടേസ്റ്റ്? ടേസ്റ്റ് കിട്ടാൻ വേണ്ടി സലൈവയുടെ റോൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം നമ്മൾ ഉമിനീര്, നമ്മൾ ഫുഡിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് അല്ലെ, ഫുഡിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആരായിട്ട് മിക്സ് ആവുന്നു? മിക്സ്ഡ് വിത്ത് സലൈവ. സലൈവ എന്ത് ചെയ്യുന്നു? മിക്സ് ആവുന്നു. അപ്പൊ ഈ കെമിക്കൽസ് സലൈവയിലായിട്ട് മിക്സ് ആകുമ്പോൾ നേരെ നമ്മളുടെ ടേസ്റ്റ് ബഡ്സിലുള്ള കീമോ റിസപ്റ്റേഴ്സിനെ ആക്ടിവേറ്റ് ആക്കുന്നു. ഇതാണ് ആരുടെ റോള്? നമ്മളുടെ സലൈവയുടെ റോൾ. ക്ലിയർ ആണല്ലോ? എങ്ങനെയാ മക്കളെ? നമ്മുടെ സലൈവ ഉണ്ടാവും, സലൈവയിലെ ഫുഡ് വരുന്നു, ഫുഡിലുള്ള കെമിക്കൽ പാർട്ടിക്കിൾസ് ഡിസോൾവ് വിത്ത് ദി സലൈവ. ഈ സലൈവ നേരെ ടേസ്റ്റ് ബഡ്സിലുള്ള കീമോ റിസപ്റ്റേഴ്സിന് എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആ ഒരു ടേസ്റ്റിന്റെ പെർസെപ്ഷൻ നമുക്ക് കിട്ടുക. ക്ലിയർ ആണല്ലോ? നമുക്കിനി ബി ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ റിസപ്റ്റേഴ്സ് ദാറ്റ് സ്റ്റിമുലേറ്റഡ് ബൈ ദ ടേസ്റ്റ് മോളിക്യൂൾസ്. ആരാ? നമ്മൾ ഓൾറെഡി എഴുതിയതാണ് അല്ലെ? കീമോ റിസപ്റ്റേഴ്സ് ആണ് നമ്മളുടെ ബീന്റെ ആൻസർ വരാം. അങ്ങനെയാണെങ്കിൽ സി നോക്കിയേ. നമ്മളുടെ മെയിൻലി വരുന്ന ടേസ്റ്റ്, ഏതൊക്കെ ടേസ്റ്റാണ് നമുക്ക് മെയിൻലി ഉള്ളത് അല്ലെ? നെയിം ദ ടേസ്റ്റസ് ദാറ്റ് ഹ്യൂമൻ റെക്കഗ്നൈസ്. നമുക്കതൊരു കോഡിലൂടെ പഠിക്കാം. BUSSS, ബസ് എന്നുള്ളൊരു ആലോചിക്കാം. നമുക്കറിയാം ബിറ്റർ ഉണ്ട്, ഉമാമി ഉണ്ട്, സോറ്, സോൾട്ടി, സ്വീറ്റ്. ഇതാണ് നമ്മളുടെ 5 മെയിൻലി നമുക്ക് ടേസ്റ്റ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ആ ഒരു കോഡ് ആലോചിച്ചിരിക്കുക, ബസ്. പിന്നെ നമ്മളുടെ ഇയറോസിക്കിൾസിന്റെ കോഡായിരുന്നു എന്ത്? മിസ്. മറക്കരുത്, രണ്ടും നന്നായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ ആണോ മക്കളെ? നമുക്കിനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ അല്ലെ, കണ്ണിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഒരു കുറേ നേരം അല്ലെങ്കിൽ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഒരു വണ്ടിയിൽ നല്ല ഹെവി ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിന് അതൊരു ഡാമേജാണ്. കാരണം നമ്മളെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഹെവി ലൈറ്റ് കയറി കഴിഞ്ഞാൽ കണ്ണിൻ്റെ ടിഷ്യൂസിന് അത് ഡാമേജാണ്.
അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഹെവി ലൈറ്റ്, ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ നമ്മളുടെ കണ്ണ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഹെവി ലൈറ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കണ്ണടക്കുന്നുണ്ട്. ബിക്കോസ് ഹെവി ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ടിഷ്യൂസിന് അത് കംപ്ലീറ്റ്ലി ഡാമേജ് ആണ്. സോ ആ ഒരു ടിഷ്യൂ ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മളുടെ കണ്ണിന്റെ സൈസ് ഒക്കെ എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഐറിസും പ്യൂപ്പിളുമാണ് മെയിൻ ആയിട്ട് നമ്മുടെ ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഐറിസും പ്യൂപ്പിളുമാണ് ഹെവി ലൈറ്റ് ഇന്റൻസിറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് അതിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡിസ്ക്രൈബ് ദി മസ്കുലർ ആക്ടിവിറ്റി ഇൻ ദി പ്യൂപ്പിൾ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് വ്യൂഡ് ഇൻ ദി അവിടെ എടുത്ത് പറയുന്നുണ്ട് ഏത് സമയത്ത്, ഇന്റൻസ് ലൈറ്റ്, നല്ല ലൈറ്റ് ഉള്ള സമയത്ത് നമ്മളെ കണ്ണിന്റെ ഉള്ളിൽ ആരുണ്ട്, ഐറിസ് ഉണ്ട്. ഈ ഐറിസിന്റെ സെന്ററിൽ കാണുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ്, ഈ കറുത്ത കളറിൽ കാണുന്ന ആളെ വിളിക്കുന്ന പേരാണ് പ്യൂപ്പിൾ. എന്താ വിളിക്കുക, പ്യൂപ്പിൾ. ഈ ചുറ്റിനും കാണുന്ന ആളെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ഐറിസ്. ഓക്കെ, അപ്പൊ ഈ ഐറിസിന്റെ ഉള്ളിൽ 2 types of muscles ആണ്. ഏതൊക്കെയാ 2 മസിൽസ്? ഒന്ന് ഈ ആരോയിൽ കാണിച്ചിരിക്കുന്ന മസിൽസിനെ വിളിക്കുന്ന പേരാണ് സർക്കുലാർ മസിൽസ്. എന്താ വിളിക്കുക, സർക്കുലാർ മസിൽസ്. ചുറ്റിനും കാണുന്ന റേഡിയസ് പോലെ കാണുന്ന മസിൽസിനെ വിളിക്കുന്ന പേരാണ് റേഡിയൽ മസിൽസ്. എന്താ വിളിക്കുക, റേഡിയൽ മസിൽസ്. ഓക്കെ ആണല്ലോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, ഇന്റൻസ് ലൈറ്റ് വരുമ്പോൾ ഈ മസിൽസിന്റെ ആക്ടിവിറ്റി എങ്ങനെയെന്നാണ്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഒറ്റയടിക്ക് സാറ് രണ്ടും പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യം എഴുതുക ഇന്റൻസ് ലൈറ്റിൽ എന്താ സംഭവിക്കുക, ഇതാണ് ആ ഇന്റൻസ് ലൈറ്റിന്റെ പിക്ചർ, ദീസ് പിക്ചർ. ഓക്കെ, എന്താ സംഭവിക്കുക, നമുക്കറിയാം പ്യൂപ്പിളിന്റെ സൈസ് നല്ല ചെറുതാ. ബിക്കോസ് അവിടെ ആര്, സർക്കുലാർ മസിൽസ് എന്ത് ചെയ്തു, സർക്കുലാർ കോൺട്രാക്ട് ചെയ്തു. നമ്മളുടെ റേഡിയൽ മസിൽസ് നന്നായിട്ട് വികസിച്ചിക്കുക. അപ്പൊ അതും കൂടി ആഡ് ചെയ്യുക. റേഡിയൽ മസിൽസ് എന്ത് ചെയ്തു, റിലാക്സ്ഡ് ആയി. സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ചെയ്തപ്പോൾ റേഡിയൽ മസിൽസ് റിലാക്സ്ഡ് ആയി. അപ്പൊ എന്ത് സംഭവിച്ചു, സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ, ഡിക്രീസ്. സൈസ് കംപ്ലീറ്റ് എന്തായി, ഡിക്രീസ് ആയി. ക്ലിയർ ആണല്ലോ. ഇതാണ് ഏത് സമയത്ത് സംഭവിക്കുക, ഇന്റൻസ് ലൈറ്റ് വന്ന സമയത്ത് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്, ഡാർക്ക് കണ്ടീഷൻ നോക്കിയേ. സൈസ് കൂടി, റേഡിയൽ മസിൽസ് കംപ്ലീറ്റ് ചുരുങ്ങി, സർക്കുലാർ മസിൽസ് നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയി അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും എഴുതാ, ഇൻ ഡാർക്ക് കണ്ടീഷൻ ആണെങ്കിൽ ഏതായിരിക്കും, റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ആവുന്നു. പിന്നെ നെക്സ്റ്റ് എന്തായിരിക്കും, നമ്മളുടെ സർക്കുലാർ മസിൽസ് റിലാക്സ്ഡ് ആവുന്നു. സൈസ് ഓഫ് ദി പ്യൂപ്പിൾ ഇൻക്രീസ് ആവുന്നു. ഇതാണ് അവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ നമ്മൾ എ നോക്കി, വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദി മസ്കുലർ ആക്ടിവിറ്റി. ഈ മസിൽസ് എന്തിനാണ് ഈ കൂടുകയും കുറയും ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞു എന്തുകൊണ്ടിട്ടാ, നമുക്കറിയാം കണ്ണിന്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസിൽസ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആക്ടിവിറ്റി, ദാറ്റ് ഈസ് കോൺട്രാക്ട് റിലാക്സ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ആൻസർ എന്താ, ടു മെയിൻറ്റെയിൻ ദി റെഗുലേഷൻ ഓഫ് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിന് കണ്ണിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസിൽ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഓൺവേർഡ്സിൽ എഴുതാ, തെറ്റിക്കരുത്. ടു റെഗുലേറ്റ് ദി ലൈറ്റ് ഇന്റൻസിറ്റി ഇൻ ടു ദി ഐ. ഓക്കെ, നമുക്കിനി സിയും നമ്മളോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇതാണ് സി. ഡിം ലൈറ്റിൽ എന്ത് സംഭവിക്കുന്നു അത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പറയുന്നുണ്ട്. പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യാൻ നന്നായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ ആണല്ലോ. നമുക്കിനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറച്ചുകൂടി ഒന്ന് ആലോചിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നെ, ഒരു കോമൺ ഫ്ലോ. നമുക്കറിയാം സ്റ്റിമുലസ് വരുന്നു, റിസപ്റ്റേഴ്സ് വാങ്ങിക്കുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ഇമ്പൾസ് ഉണ്ടാക്കുന്നു, നെർവിലൂടെ പാസ് ചെയ്യുന്നു, ബ്രെയിനിൽ എത്തുന്നു, സെൻസേഷൻ കൊടുക്കുന്നു. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. നമുക്ക് സ്റ്റിമുലസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു സ്റ്റിമുലസ് എടുക്കാം. ദാറ്റ് ഇസ് ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് സൗണ്ട് ആണ് അല്ലെ. സൗണ്ടിനെ വാങ്ങിക്കുന്ന റിസപ്റ്ററിനെ വിളിക്കുന്ന പേരെന്താ, ദാറ്റ് ഇസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. എന്താ വിളിക്കുക, ഓഡിറ്ററി റിസപ്റ്റർ. മക്കളെ, ഈ ഒരു കറക്റ്റ് ഒരു പോർഷൻ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഇട്ട് എഴുതാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഏതെങ്കിലും ഒരു സെൻസ് ഓർഗന്റെ എക്സാമ്പിൾ. ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന ഇയറിൻ്റെതാ. അപ്പൊ ഇയറിൻ്റെതാണെങ്കിൽ സ്റ്റിമുലസ് സൗണ്ട് ആണ്, റിസപ്റ്ററിന്റെ പേര് ഓഡിറ്ററി റിസപ്റ്റർ എന്നാണ്. ഇത് സ്റ്റിമുലേറ്റ് ചെയ്യണം അല്ലെ. ആരായിരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുക അല്ലെ? നമ്മൾക്ക് അവിടെ കാണുന്ന ഓഡിറ്ററി റിസപ്റ്റേഴ്സിന്റെ ഉള്ളിൽ ആരുണ്ട്, ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് എന്തുണ്ടാക്കുന്നു, ഇമ്പൾസ് ഉണ്ടാക്കുന്നു. ഇമ്പൾസ് ഫോം ചെയ്തിട്ട് ഏതിലൂടെ ആയിരിക്കും പാസ് ചെയ്യുക, ഓഡിറ്ററി നെർവിലൂടെ അത് പാസ് ചെയ്ത് ബ്രെയിനിന്റെ ഏത് സെന്ററിലേക്കാ പാസ് ചെയ്യുക, സെറിബ്രത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഏത് സെൻസേഷനാണ് നമുക്ക് കിട്ടുക, ഹിയറിംഗ്. ക്ലിയർ ആണോ? ഇതാണ് നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് എഴുതേണ്ടത്. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ഐസിന്റെ ചോദിക്കാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഫ്ലോ ചാർട്ട് നോക്കാം.
സ്റ്റിമുലസിന്റെ പേര്, റിസപ്റ്ററിന്റെ പേര്. നിങ്ങൾ അത് ആദ്യം പഠിക്കുക. ഐ ആണെങ്കിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ്, നോസിൻ്റെതാണെങ്കിൽ സ്മെൽ അല്ലെ. ഐയിലാണെങ്കിൽ സ്റ്റിമുലസ് വരുന്നത് ലൈറ്റ് ആണ്. സോ ഐന്റെ കേസിൽ ലൈറ്റ് ആണ് സ്റ്റിമുലസ്, ഫോട്ടോ റിസപ്റ്റർ ആണ് നമ്മൾ റിസപ്റ്റർ. ഇയർ ആണെങ്കിൽ ഇയറിൽ ഏതായിരിക്കും, സൗണ്ട് ആണ് സ്റ്റിമുലസ്. നമ്മൾ ഇത് വരുന്നത് ആരാ, നമ്മളുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ് എന്ത് വരുന്നത്, റിസപ്റ്റർ ആയിട്ട് വരിക. ടങ് ആണെങ്കിൽ നമ്മുടെ നാക്കിലാണെങ്കിൽ നമുക്ക് ടേസ്റ്റ് ആണ് കിട്ടുക, ടേസ്റ്റ് ബഡ്സിലുള്ള കീമോ റിസപ്റ്റേഴ്സ് ആണ് നമ്മളുടെ എന്ത് വരുന്നത്, റിസപ്റ്റേഴ്സ് വരാം. ഓക്കെ, അപ്പൊ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ഇത് പഠിക്കാം. ഓക്കെ ആണല്ലോ മക്കളെ. നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ലാസ്റ്റ് പോർഷനിൽ എടുത്ത് പറയുന്നുണ്ട് ആനിമൽസ് ലൈക്ക് ബാറ്റ് അല്ലെ. നമ്മൾ ഇതേപോലെ തന്നെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ നാവിഗേറ്റ് ചെയ്യാം അല്ലെ. ഓരോ ഇതൊക്കെ പല ആദ്യകാലം മുതൽ സ്റ്റാറിന്റെ ലൊക്കേഷനും സൂര്യന്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് ട്രാവൽ ചെയ്തിരുന്നത്. പക്ഷേ ചില ആനിമൽസിന് അവർ യൂസ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ ഉണ്ട് അല്ലെ. ഒരു പ്രത്യേക തരത്തിലുള്ള നാവിഗേഷനും ഇരുട്ടത്ത്, ഇപ്പൊ ബാറ്റിന്റെയും അതേപോലെ തന്നെ ബാറ്റൊക്കെ ആണെങ്കിൽ ഔളൊക്കെ ആണെങ്കിൽ നൈറ്റ് ആയിരിക്കും ഇവർ എന്ത് ചെയ്യുക, ഹണ്ടിങ്ങിന് ഇറങ്ങാം. അപ്പൊ അങ്ങനത്തേക്ക് കുറച്ച് ആനിമൽസ് ആണ് നമ്മളുടെ ബാറ്റ്. പക്ഷെ നൈറ്റിൽ ഇവർക്ക് ഇതെങ്ങനെ പോസിബിൾ ആവുന്നു? നമുക്കറിയാം, നമ്മൾ എടുത്ത് പറയുന്നുണ്ട് അത് ഏത് സെൻസ് ഓർഗൻ ആണ്. നമുക്കറിയാം എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കഴിവ്, പ്രത്യേക തരത്തിലുള്ള സെൻസിങ് കേപ്പബിലിറ്റി ബാറ്റിനുണ്ട്. ഓക്കെ, അതെങ്ങനെയെന്ന് നമ്മൾ അവരെങ്ങനെയാണ് അത് യൂസ് ചെയ്യണം, നമ്മൾ ഓൾറെഡി യൂസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവര് ഈ എക്കോ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്നത് നമ്മളുടെ യു വി എന്ന് പറഞ്ഞാൽ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആണ് ഇവർ യൂസ് ചെയ്യുക. അത് നമുക്ക് മനുഷ്യനിക്ക് ഓഡിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഈ യു വി ലൈറ്റ് നേരെ എന്ത് ചെയ്യുന്നു, ഇതിപ്പോ ഒരു ഒബ്ജക്റ്റ്, ഒരു മരമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ യു വി സൗണ്ട് നേരെ എവിടെ വരുന്നു, ഇത് നമ്മളുടെ ബാറ്റ്. ഓക്കെ, ബാറ്റ് യു വി സൗണ്ട് യു വിയിലൂടെ ഇത് നേരെ ആ ഒബ്ജക്റ്റിൽ തട്ടി എക്കോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എക്കോ നോക്കിയിട്ടാണ് ബാറ്റ് എന്ത് ചെയ്യുന്നത്, ഒരു ഒബ്ജക്റ്റിന്റെ സൈസ്, ഡയറക്ഷൻ, പൊസിഷൻ എല്ലാം കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാ, ഈ ഒക്കെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ യൂസ് ചെയ്തിട്ടാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ബാറ്റിന്റെ കേസിൽ നിങ്ങൾ പറയാം എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ അവർക്കുണ്ട്. എക്കോ ലൊക്കേഷനിലൂടെയാണ് അവർ ഹണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്ന അൾട്രാസോണിക് സൗണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നു. ആ ഒബ്ജക്റ്റിലുള്ള സൗണ്ട് ഡിറ്റക്ട് ചെയ്തിട്ടാണ് അവർ ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പും സൈസും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. മക്കൾ ഇത് കുറച്ച് ആലോചിച്ച് എഴുതേണ്ടതാണ്. ഓൾറെഡി ആ ഒരു ബോക്സിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻ വന്ന രീതി നിങ്ങൾ നോക്കിക്കേ. ഇതാണ് നമ്മൾ ബയോളജിയിൽ പഠിക്കുമ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കണ്ണില് നമുക്ക് എന്തുണ്ട്, കണ്ണിലൂടെ ലൈറ്റ് വരുന്നു. ലൈറ്റിനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്, ലൈറ്റിനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ഈ രണ്ട് സെൽസ്. ഇതൊക്കെ ഈ രണ്ട് സെൽസ് നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് ഇവരെ ഫോട്ടോ റിസപ്റ്റേഴ്സ്. എന്താ വിളിക്കുക, ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഇപ്പൊ എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഡയഗ്രാം തന്നിട്ടുണ്ട്. നമുക്കിവിടെ എ എന്നും കൊടുക്കാം, ബി എന്നും കൊടുക്കാം. ഇതിൽ നിങ്ങൾക്കറിയാം കണ്ണിൽ കാണുന്ന, റെറ്റിനയിൽ കാണുന്ന ആൾക്കാരാണ് ഈ ഫോട്ടോ റിസപ്റ്റേഴ്സ് അല്ലെ. ഇവരുടെ ഷേപ്പ് നോക്കിയാൽ മക്കളെ, ഒരാൾ കോണാണെങ്കിൽ മറ്റേത് റോഡ് ഷേപ്പാ. സോ എ ആരായിരിക്കും, എ വരുന്നത് നമ്മളുടെ കോൺ സെൽസും ബി വരുന്നത് റോഡ് സെൽസും ആയിരിക്കും. ഇനി ഇവിടെ കാണുന്ന പിഗ്മെന്റ്സ് അല്ലെ, നമുക്ക് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് നമ്മളുടെ റെഡ് കളർ ആയത് ബ്ലഡ്. അങ്ങനെയെങ്കിൽ കോൺ സെൽസിനും റോഡ് സെൽസിനും എന്തുണ്ട്, നമുക്ക് കുറച്ച് പിഗ്മെന്റ്സ് ഉണ്ട്. കോൺ സെൽസിൽ കാണുന്ന പിഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫോട്ടോസ്പിൻ. റോഡ് സെൽസിൽ കാണുന്നതിനെ വിളിക്കുന്ന പേരാണ് റോഡോസ്പിൻ. ക്ലിയർ ആണല്ലോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മോളിക്യൂൾസിന്റെ പേരും കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം മക്കളെ, പഠിച്ചു വെക്കാം. ഇനി നമുക്കൊരു സി ക്വസ്റ്റ്യൻ നോക്കാം. How does the glutamate secretion from the photoreceptors helps in the perception of light and dark? നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നുണ്ട്. ഗ്ലൂട്ടമേറ്റ് ആരാ, ഇറ്റ് ഈസ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഈ ഗ്ലൂട്ടമേറ്റിന്റെ സെക്രീഷൻ ശ്രദ്ധിച്ചു മക്കളെ, ഞാൻ ഇവിടെ എഴുതാം. ഗ്ലൂട്ടമേറ്റ് ഞാൻ ഇപ്പൊ ജി എന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലൂട്ടമേറ്റ് ഏത് സമയത്താണ് റിലീസ് ചെയ്യണം നോക്കിയാൽ, ഡാർക്ക് ലൈറ്റ് ഉള്ള ടൈമിലാണെങ്കിൽ, ഈ ഡാർക്ക് ടൈമിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ വളരെയധികം കൂടും. പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂട്ടമേറ്റ് ഇൻക്രീസസ് ഡ്യൂറിങ് നൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെ ഡാർക്ക് വിഷന്റെ സമയത്തായിരിക്കും ഇത് നല്ല രീതിയിൽ കൂടാം. അപ്പൊ ഗ്ലൂട്ടമേറ്റിന്റെ അളവ് കൂടുന്ന അനുസരിച്ചിട്ട് നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ഏതൊക്കെയാ, ബൈപോളാറും ഉണ്ട്, നമ്മളുടെ ഗാംഗ്ലിയോൺ സെൽസും ഉണ്ട്. ആരൊക്കെയാണ്, ബൈപോളാർ സെൽസും ഉണ്ട്, ഗാംഗ്ലിയോൺ സെൽസ് ഉണ്ട്. ഈ ബൈപോളാറിൽ തന്നെ ഓൺ സെൽസും ഉണ്ട്, ഓഫ് സെൽസും ഉണ്ട്. ആരൊക്കെ ഉള്ളത്, ഓൺ സെൽസും ഉണ്ട്, ഓഫ് സെൽസും ഉണ്ട്. ഓൺ ആ പേരിൽ തന്നെ പഠിക്കും. ഓൺ എപ്പോഴായിരിക്കും, ലൈറ്റ് ഉള്ള സമയത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് ആര്, ഓൺ ബൈപോളാർ സെൽസും. ഓഫ് എപ്പോഴാ, ഓഫ് ആയിക്കന്നെ ഡാർക്കിൽ ഉണ്ടാവും. അപ്പോൾ ഓഫ് ബൈപോളാർ സെൽസ് വർക്ക് ചെയ്യുന്നത് നമ്മളെ ഡാർക്ക് വിഷനിലായിരിക്കും.
അപ്പൊ എങ്ങനെയായിരിക്കും ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ ഡാർക്ക് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുക? സിമ്പിൾ അല്ലേ? ഡ്യൂറിങ് ഡാർക്ക് കണ്ടീഷൻ ആണെങ്കിൽ ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ കൂടും. ഓപ്പോസിറ്റ് പറഞ്ഞേ, ലൈറ്റ് ഉള്ള സമയത്താണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ ഭയങ്കര കുറവായിരിക്കും. നോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ സമയത്ത് വർക്ക് ചെയ്യുന്നത് ആരാ? ഓണിന്റെ സമയത്താണെങ്കിൽ മീൻസ് ഗ്ലൂട്ടമേറ്റ് പ്രൊഡക്ഷൻ കൂടുതലാണെങ്കിൽ ഇവിടെ ഓൺ ബൈപോളാർ സെൽസ് വർക്ക് ചെയ്യില്ല. ഓഫ് ബൈപോളാർ സെൽസ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്തിട്ട് നമുക്ക് ഡാർക്ക് വിഷൻ പോസിബിൾ ആക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ ഇല്ല. ഓക്കെ, അപ്പൊ ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ട്? ലൈറ്റ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഡ്യൂറിങ് ലൈറ്റിന്റെ സമയത്ത് ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് കുറയുന്നു. അപ്പൊ ഏത് സെൽസ് വർക്ക് ചെയ്യുന്നു? ഓൺ ബൈപോളാർ സെൽസ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് വിഷൻ തരുന്നു? ഒപ്റ്റിക് നെർവിലൂടെ പാസ് ചെയ്ത് നമുക്ക് ലൈറ്റ് വിഷൻ പോസിബിൾ ആവുന്നു. ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് ബുക്ക് മൊത്തം നിങ്ങൾ എഴുതണ്ട, കൺസെപ്റ്റ് ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ പറയാം, ഡാർക്ക് ആണ്, ഗ്ലൂട്ടമേറ്റ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും, ഓൺ ബൈപോളാർ സെൽസ് ഓഫ് ആയിരിക്കും, മറ്റേത് എന്തായിരിക്കും? ഓഫ് ബൈപോളാർ സെൽസ് ഓൺ ആയതുകൊണ്ട് മാത്രമേ ഡാർക്ക് കിട്ടുള്ളൂ. വെറാസ് ഡാർക്ക് ലൈറ്റിന്റെ കണ്ടീഷൻ ആണെങ്കിൽ നേരെ തിരിച്ചു പറയാം, എന്ത്? ഗ്ലൂട്ടമേറ്റ് പ്രൊഡക്ഷൻ ഇല്ല. അപ്പൊ ഓൺ ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആയിട്ട് നമുക്ക് എന്ത് വിഷൻ തരുന്നു? നമുക്ക് ലൈറ്റ് വിഷൻ പോസിബിൾ ആക്കുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇത്രയാണ് ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഐസിൻ്റെതായാലും ഇയറിൻ്റെതായാലും നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എക്സാമിന് എന്ത് ചോദിക്കാം? ഒരു ഫ്ലോ ചാർട്ട് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സിമ്പിൾ ആണ് അല്ലെ? നമുക്കറിയാം, സൗണ്ട് വേവ് വരുന്നു. സൗണ്ട് വേവ് നേരെ ഓഡിറ്ററി കനാലിൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൗണ്ട് വേവിന് ആര് വാങ്ങിക്കണം? വാങ്ങിക്കണം. പിന്നെ നേരെ അത് പാസ് ചെയ്തിട്ട് ഇയർ ഓസിക്കിൾസിൽ എത്തിക്കുന്നു. അപ്പൊ ഇയർ ഓസിക്കിൾസിൽ എത്തിക്കുന്നതിന് മുമ്പ് ടിംബാനം ഇല്ലേ? അപ്പൊ ടിംബാനത്തിലൂടെ പാസ് ചെയ്തിട്ടാണ് ഇയർ ഓസിക്കിൾസിൽ എത്തിക്കുക. ഇയർ ഓസിക്കിൾസ് അത് എന്ത് ചെയ്യുന്നു? കോക്ലിയ കൊടുക്കണം. അപ്പൊ അവിടെ വരുന്ന ഒരു പോർഷൻ ആണ് നമ്മളുടെ ഓവൽ വിൻഡോ. ആരാണ്? ഓവൽ വിൻഡോ അത് നേരെ ഓഡിറ്ററി നെർവിലൂടെ പാസ് ചെയ്ത് നമ്മളുടെ ബ്രെയിൻ, ദാറ്റ് ഈസ് സെറിബ്രത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ സൗണ്ടിന്റെയും പഠിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ഹിയറിംഗിന്റെയും പഠിക്കുക, അതേപോലെ തന്നെ നമ്മുടെ വിഷന്റെയും പഠിക്കുക. ഓക്കെ ആണല്ലോ? വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഡയറക്റ്റ് ആ ഫ്ലോ ചാർട്ട് കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി പഠിച്ചാൽ ഫുൾ മാർക്ക് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഒരു പേഴ്സൺ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ IDCs തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ അവിടെ ഇട്ടിട്ടുണ്ട്. നോക്കിയേ, ഒരു പേഴ്സണ് കൺജക്റ്റീവ് ഇൻഫെക്റ്റഡ് ആണ്. കൺജക്റ്റീവ് നല്ല ഇൻഫെക്ഷൻ, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വന്നിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് ഡിസീസ് ആയിരിക്കും? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പിങ്ക് ഐ എന്നും കൂടി ഈ അസുഖത്തിനെ വിളിക്കും. അതൊന്ന് ഓർത്തിരിക്കുക, പിങ്ക് ഐ എന്നും കൂടി ഈ അസുഖത്തിനെ വിളിക്കും. ആ അസുഖത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺജക്റ്റിവിറ്റീസ്. എന്താ വിളിക്കുക? കൺജക്റ്റിവിറ്റീസ് ഓർ കണ്ണിക്കേട്. ഓക്കെ, ഇനി ബി, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് കൺജക്റ്റീവ? അതൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പോർഷനിൽ പറയുക. കൺജക്റ്റീവ് എന്താ? ഈ ജേംസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ആ പോയിന്റ് മസ്റ്റ് ആയിട്ട് എഴുതുക. ബിക്കോസ് ഈ ജേംസ് കയറിയത് കൊണ്ടിട്ടാണ് ഇൻഫെക്ഷൻ വന്നത്. അപ്പൊ കൺജക്റ്റീവ ലെയറിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ ഇല്ലാതെ വരുമ്പോഴാണ്, മീൻസ് നമ്മളെ കണ്ണിൽ നിന്നുള്ള മറ്റേ ഫ്ലൂയിഡ്സ് നമ്മൾ അറിയാതെ കണ്ണിലേക്ക് തേക്കുക, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ അസുഖം വരുന്നത്. അങ്ങനെയാണെങ്കിൽ കൺജക്റ്റീവ എന്ന് പറയുന്ന ഈ ലെയർ എങ്ങനെയാ? കൺജക്റ്റീവിന്റെ ഫംഗ്ഷൻ എന്താ? പ്രൊട്ടക്ട് ദി ഐ അത് കൊടുക്കാം, പ്രൊട്ടക്ട് ദി ഐ കൊടുക്കാം. ഡസ്റ്റ്, ജേംസ് ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർഷനാണ് ആര്? നമ്മളുടെ കൺജക്റ്റീവ. ക്ലിയർ ആണല്ലോ? ഇനി സി ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലാക്രിമിനൽ ഗ്ലാൻഡ്? അതും സിമ്പിൾ ആണ് അല്ലെ? നമ്മൾ ഈ കൺജക്റ്റീവിനെ തൊട്ട് അപ്പർ ലിഡ് പോർഷനിൽ കാണുന്ന ഒരു ഗ്ലാൻഡ് ആണ് ആര്? നമ്മുടെ ലാക്രിമിനൽ ഗ്ലാൻഡ്. ഇറ്റ് സെക്രീറ്റ് ടിയേഴ്സ്. നമ്മൾ കണ്ണുനീര് സെക്രീറ്റ് ചെയ്യും. ഈ ടിയേഴ്സിൽ അടങ്ങിയിട്ടുള്ള ഒരു എൻസൈമിന്റെ പേരാണ് എന്ത്? ലൈസോസൈം. ഈ ലൈസോസൈംസ് ആണ് ഈ ജേംസിനെയും ഇതിനെയൊക്കെ കൊല്ലുകയാണ്. കണ്ണിന് എപ്പോഴും ഒരു പ്രിവെൻഷൻ മോയ്സ്ചർ കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മളുടെ ടിയേഴ്സ്. സോ ആ ഒരു പോർഷൻ കൂടി നന്നായിട്ട് എന്ത് ചെയ്യുക? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഓക്കെ ആണോ മക്കളെ? ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ്, നമ്മൾ ഓൾറെഡി അവസാനം ഒരു പോർഷൻസ് പറയുന്നുണ്ട്. ഹൂ ഇസ് നോൺ ആസ് ദ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ? ആരാണ് നമ്മൾ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ? സ്കിന്നാണ്. ഈ സ്കിന്നിൽ തന്നെ നമുക്ക് പല റിസപ്റ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാളെ എന്ത് ചെയ്യുന്നു? ടിക്കിൾ ചെയ്യുന്നു, ഇക്കിളിയാക്കുന്നു. ടിക്കിളിയാക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് പല ഭാഗങ്ങളെ ടച്ച് ചെയ്യുമ്പോൾ എന്താവും? ടിക്ലിംഗ് ഉണ്ടാവും. ബിക്കോസ് ടിക്കിൾ ഇസ് ഓൾസോ എ സ്റ്റിമുലേ. ഈ ടിക്കിളിനെ വാങ്ങിക്കുന്ന റിസപ്റ്ററിനെ വിളിക്കുന്ന പേരാണ് ടിക്കിൾ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇനി അതേപോലെ തന്നെ ഞാൻ ഒരാൾ എന്ത് ചെയ്ത് പേന വെച്ച് കുത്തി, അപ്പൊ അവനിക്ക് നല്ല വേദന എടുത്തു. ഇനി ഞാൻ കഴുത്തിന്റെ അവിടെയും കുത്തി, കൈയിന്റെ അവിടെയും കുത്തി. അപ്പൊ രണ്ട് സ്ഥലത്ത് വേദന വന്നില്ലേ? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ്
പെയിൻ റിസപ്റ്റേഴ്സ്. അപ്പൊ ഏറ്റവും കൂടുതൽ റിസപ്റ്റേഴ്സ് കാണുന്ന ഒരു ഓർഗനാണ് നമ്മളുടെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ഈ സ്കിന്നില് രണ്ട് പിക്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ രണ്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊരു എ എന്നും കൊടുക്കാം, ഇതിനെ ബി എന്നും കൊടുക്കാം. ഓക്കെ, എയും ഉണ്ട് ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനെ വിളിക്കുന്ന പേരെന്തായിരിക്കും? എ ആണ് ഈ പിക്ചർ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അവസാനം ഇതിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഈ നമ്പറിങ്ങിന് പറ്റിയ ആൾക്കാരെ പേര് ഇപ്പുറത്തെ ഒരു ബ്ലൂ ബോക്സിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നതാണ് എന്ത്? നമ്മളുടെ റൂട്ട് ഹെയർ പ്ലെക്സസ്. എന്താ വിളിക്കുക? റൂട്ട് ഹെയർ പ്ലെക്സസ്. പ്ലെക്സസ് ഒരു ഗ്രൂപ്പ് ഓഫ് നെർവിനെ കൂടി വിളിക്കുന്ന പേരാണ് പ്ലെക്സസ്. ഓക്കെ, ഇനി ഈ കാണുന്നതാണ് നമ്മളുടെ പെസീനിയൻ കോർപ്പസൽസ്. എന്താ വിളിക്കുക? പെസീനിയൻ കോർപ്പസൽസ്. സോ ഇവരുടെ ഫംഗ്ഷൻ എന്താ? ഫംഗ്ഷൻ നമ്മൾ ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. റൂട്ട് ഹെയർ ഇതിന്റെ ഫംഗ്ഷൻ ആണ് ഹെൽപ്സ് ദി മൂവ്മെന്റ് ഓഫ് ഹെയർ. ഹെയറിന്റെ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? റൂട്ട് നെർവ് പ്ലെക്സസ്. അങ്ങനെയാണെങ്കിൽ പെസീനിയൻ കോർപ്പസൽസിന്റെ ഫംഗ്ഷൻ എന്താ? നമ്മളുടെ ഈ പറയുന്ന വൈബ്രേഷൻസ്, ടച്ചിന്റെ ഫ്രീക്വൻസീസ്, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മളുടെ പെസീനിയൻ കോർപ്പസൽസ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മളെ ബോഡി ബാലൻസ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മളുടെ ചെവിക്ക് രണ്ട് ഫങ്ഷൻസ് ആണ് ഉള്ളത്. അതൊന്ന് ആലോചിക്കുക. ഹിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കോക്ലിയ, അല്ലെ? ആ കോക്ലിയാണ് നമ്മളുടെ ഈ ഒരു പോർഷൻ വരുന്നത്. ഇതാണ് നമ്മളുടെ കോക്ലിയ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. തൊട്ട് താഴെ ഒരു 3 കനാൽ ഈ ഒരു പോർഷൻ ഉണ്ട്. ഇതാണ് നമ്മളുടെ ബോഡിന്റെ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യുക. ദാറ്റ് ഈസ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോർഷനെ വിളിക്കുന്ന പേരാണ് വെസ്റ്റിബുലാർ നെർവ് സിസ്റ്റം. എന്താ വിളിക്കുക? വെസ്റ്റിബുലാർ നെർവ് സിസ്റ്റം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് മക്കൾ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളുടെ സെമി സർക്കുലർ കനാൽസ്. ഓക്കെ, ഈ സെമി സർക്കുലർ കനാൽസിൽ കുറച്ച് ഫ്ലൂയിഡ് പ്രസന്റ് ആണ്. ഓക്കെ, ഔട്ടറിൽ പെരിലിംഫ് ഉണ്ട്, ഇന്നറിൽ എൻഡോലിംഫ് എന്ന് പറയുന്ന ഫ്ലൂയിഡും പ്രസന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഈ ഫ്ലൂയിഡ്സ് നമ്മുടെ ചെവിന്റെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബോട്ടിൽ ഇരുന്ന് ഇങ്ങനെ കുലുങ്ങുകയാണെങ്കിൽ നമ്മുടെ തല നല്ല രീതിയിൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും, അല്ലെ? സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നെയിം ദ പാർട്ട് റെസ്പോൺസിബിൾ ഫോർ ദ റൊട്ടേഷണൽ ബാലൻസ്. നമ്മൾ തല കിടന്ന് കുലുങ്ങുമ്പോൾ ഈ ഫ്ലൂയിഡ് കിടന്ന് എന്ത് ചെയ്യും? കുലുങ്ങുന്നുണ്ട്. സോ അതിന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഏത്? സെമി സർക്കുലർ കനാൽ. തെറ്റിക്കരുത്. നമ്മളുടെ ലീനിയർ മൂവ്മെന്റും ഉണ്ട്. ലീനിയർ മൂവ്മെന്റ് തരുന്നത് നമ്മളുടെ വെസ്റ്റിബ്യൂള, ദാറ്റ് ഈസ് യൂട്രിക്കൽ സാക്യുല എന്ന് പറയുന്ന രണ്ട് പാർട്ടാണ്. അത് ലീനിയർ മൂവ്മെന്റ് തരാം. ഓക്കെ, ഇനി റൊട്ടേഷൻ തല കടന്ന് കുലുങ്ങുമ്പോൾ ഈ ഫ്ലൂയിഡ് കുലുങ്ങുന്നുണ്ട്. ആ ഫ്ലൂയിഡ് കുലുങ്ങുന്ന പോർഷൻ ആണ് നമ്മളുടെ സെമി സർക്കുലർ കനാൽ. ഓക്കെ ആണല്ലോ? ബി ക്വസ്റ്റ്യൻ നോക്കിയേ. Which two parts of the vestibular system responding to the linear movement? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീനിയർ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ആളാരാ? ലീനിയർ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. നമ്മൾ രണ്ട് പാർട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വെസ്റ്റിബ്യൂൾ ആണ്. അവര് രണ്ട് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂട്രിക്കിൾ ആൻഡ് സാക്യുല. ഇവർ രണ്ടുപേർ സാക്യൂൾ, ഇവരാണ് ലീനിയർ മൂവ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നത്. മക്കളെ, ഈ മൂവ്മെന്റിന്റെ ഉള്ളിൽ നമ്മളുടെ ഇതിവിടെയും എന്തുണ്ട്? ഹെയർ സെൽസ് ഉണ്ട്. സിമ്പിൾ ആണ്. ഈ പറയുന്ന വെൻ ദി ഹെഡ് ഇസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സെമി സർക്കുലർ കനാൽ ഫ്ലൂയിഡ്സ് റൊട്ടേഷണൽ മൂവ്മെന്റ് കാണിക്കുമ്പോൾ, സാക്യുലർ ലീനിയർ മൂവ്മെന്റ് കാണിക്കുമ്പോൾ ഹെയർ സെൽസ് എന്താവുന്നു? സ്റ്റിമുലേറ്റഡ് ആവുന്നു. എന്താവുന്നു? ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഹെയർ സെൽസ് സ്റ്റിമുലേറ്റ് കഴിഞ്ഞാൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ഇമ്പൾസ് നേരെ എന്തിലൂടെ പാസ് ചെയ്യും? വെസ്റ്റിബ്യൂൾ നെർവിലൂടെ പാസ് ചെയ്യും. എന്ത് നെർവ്? വെസ്റ്റിബ്യൂൾ നെർവ്. വെസ്റ്റിബ്യൂൾ നെർവ് അവസാനം ചെന്നെത്തുന്ന പോർഷനാണ് നമ്മളുടെ സെറിബെല്ലം. തെറ്റിക്കരുത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് സെറിബ്രം ആയിരുന്നു. ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരേ ഒരു പോർഷനാണ് നമ്മളുടെ സെറിബെല്ലം. അപ്പൊ സി ക്വസ്റ്റ്യൻ അതാ ചോദിച്ചേക്കുന്നത്, എക്സ്പ്ലെയിൻ ദ ബോഡി ബാലൻസ് ഇൻ കറക്റ്റ് ഫ്ലോ. ഒരു ഫ്ലോ ചാർട്ട് ആക്കി തന്നെ നിങ്ങൾ എഴുതുക. വെൻ ദി ഹെഡ് ഇസ് റൊട്ടേറ്റ് ചെയ്യുന്നു, റൊട്ടേഷണൽ മൂവ്മെന്റ് ഇസ് ഡിറ്റക്റ്റഡ് ബൈ ദി നമ്മളെ സെമി സർക്കുലർ കനാൽ. ആസ് ദിസ്, ഇതിന്റെ ഈ പറയുന്ന ഇമ്പൾസ് നേരെ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നു. ഈ ലീനിയർ മൂവ്മെന്റ് ഓഫ് സാക്യുല ആൻഡ് യൂട്രിക്കലിന്റെ മൂവ്മെന്റിന്റെ ലീനിയർ മൂവ്മെന്റ് കാരണം അവിടെയുള്ള ആ സെൽസ് ആണ് നമ്മുടെ ഹെയർ സെൽസ് ആക്റ്റീവ് ആവുന്നത്. ദാറ്റ് ഈസ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. ഈ സ്റ്റിമുലേഷന്റെ കാരണമായിട്ടാണ് അടിയിൽ എന്ത് സംഭവിക്കുക? ഈ പറയുന്ന ഇമ്പൾസ് ഉണ്ടാവുന്നു. ഇമ്പൾസ് നേരെ വെസ്റ്റിബുലാർ നെർവിലൂടെ പാസ് ചെയ്ത് നമ്മളുടെ സെറിബെല്ലത്തിലേക്ക് എത്തിക്കുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കേൾക്കുക? ദാറ്റ് ഈസ് ബോഡി ബാലൻസ് കംപ്ലീറ്റ്ലി മെയിൻറ്റെയിൻ ആവുക. ഓക്കെ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഈ പിക്ചറിന് നമ്മൾ ഒരു പേര് വിളിക്കും. ഈ പിക്ചറിനെ നിങ്ങൾ ദാറ്റ് ഈസ് പിക്ചറിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇന്നർ ഇയർ. അത് മറക്കരുത്. ഇന്നർ ഇയർ ആണ്. ഈ പിക്ചറിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്? വെസ്റ്റിബുലാർ നെർവ് സിസ്റ്റം. വിച്ച് പാർട്ട് ഓഫ് ഇയർ ഇസ് ദിസ്? ഇറ്റ് ഈസ് ഇന്നർ ഇയർ. ഓക്കെ ആണല്ലോ മക്കളെ?
ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള രണ്ട് ചെറിയ ടോപ്പിക്സ് ആണ്. ദാറ്റ് ഈസ് നമുക്കറിയാം കണ്ണിന്റെ ഉള്ളിൽ അല്ലെ, കണ്ണിന്റെ ഉള്ളിൽ നമുക്ക് ഫസ്റ്റ് ഇരിക്കുന്ന ആളാണ് ആര്? ഇത് നമ്മളുടെ കോർണിയ, ഇത് ലെൻസ്, ഇത് റെറ്റിന. കോർണിയക്കും ലെൻസിനും ഇടയിൽ ഒരു ചേംബർ ഉണ്ട്, റെറ്റിനക്കും ലെൻസിനും ഇടയിൽ ഒരു ചേംബർ ഉണ്ട്. ഈ ചേംബറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്വസ് ചേംബറും ഉണ്ട്, വിട്രസ് ചേംബറും ഉണ്ട്, അറകളുണ്ട്. ഇനി അക്വസ് ചേംബറിൽ കാണുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അക്വസ് ഹ്യൂമർ. ഹ്യൂമർ ഇറ്റ് ഓൾസോ നോൺ ആസ് ഫ്ലൂയിഡ്. ഓക്കെ, അപ്പൊ എക്സാമിന് ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാലും ഇറ്റ് ഇസ് സെയിം ആസ് ഹ്യൂമർ, അത് മറക്കരുത്. നെയിം ദ ഫ്ലൂയിഡ് ഓഫ് ഐ എന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല എന്ന് പറയണ്ട. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ അർത്ഥം? ഫ്ലൂയിഡാ. ഓക്കെ, അപ്പൊ അക്വസ് ഹ്യൂമറും ഉണ്ട്, ഇവിടെ കാണുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരെന്താ? വിട്രസ് ഹ്യൂമറും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ ഫങ്ഷൻസ് നന്നായിട്ട് പഠിക്കുക. ഒരിക്കലും ഈ ടാബ്സോ അങ്ങനെ എല്ലാം എഴുതുന്നുണ്ട്, കറക്റ്റ് ഫംഗ്ഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. കണ്ണിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരെ ഫംഗ്ഷൻ? നമ്മുടെ അക്വസ് ഹ്യൂമറിനുള്ളൂ. കാരണം ലെൻസ് നല്ല ക്ലിയർ ആയിട്ട് കാണണം. അപ്പൊ ലെൻസിലേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും സപ്ലൈ ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ അക്വസ് ഹ്യൂമർ. ഇതൊരു ഫ്ലൂയിഡ് പാർട്ടാണ്. ഇനി അടുത്ത ജെല്ലി ലൈക്ക് ഫ്ലൂയിഡിനെ വിളിക്കുന്നത്, ജെല്ലി ലൈക്ക് ഫ്ലൂയിഡിന്റെ പോർഷൻ ആണ് എന്ത്? നമ്മുടെ വിട്രസ് ഹ്യൂമർ. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളുടെ മെയിൻറ്റെയിനിങ് ദി ഷേപ്പ് ഓഫ് ഐ. കണ്ണിന്റെ എന്ത് മെയിൻറ്റെയിൻ ചെയ്യുക? ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഇതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഓഫ് അക്വസും ഉണ്ട്, വിട്രസിന്റെ ഫംഗ്ഷനും ഏതാ? ക്ലിയർ ആണല്ലോ മക്കളെ? ഇതിന് ഡയഗ്രാം കൂടി ഉണ്ട്, അതും കൂടി എന്ത് ചെയ്താൽ റിലേറ്റ് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പഠിക്കുന്ന ഒരു പോർഷൻ ആണ്. നമുക്കറിയാം എന്താണ് സ്റ്റിമുലൈ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലൈ അല്ലെ. സ്റ്റിമുലൈനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ. ഈ റിസപ്റ്റർ നമുക്ക് എന്തെന്നും കൂടി വിളിക്കാം? സെൻസറി റിസപ്റ്റേഴ്സ് എന്നും കൂടി വിളിക്കാം. എന്തെന്നും കൂടി വിളിക്കാം? സെൻസറി റിസപ്റ്റേഴ്സ്. അപ്പോൾ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ ഈ സെൻസറി റിസപ്റ്റേഴ്സ് ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ മീൻസ് നമ്മൾ പ്രീവിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ടർ ലെയർ ഇസ് പോസിറ്റീവ്, ഇന്നർ ലെയർ ഇസ് നെഗറ്റീവ് എന്നുള്ളത്. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിസപ്റ്റർ പൊട്ടൻഷ്യൽ. എന്താ വിളിക്കുക? റിസപ്റ്റർ പൊട്ടൻഷ്യൽ. അപ്പൊ ആരില്ല, സ്റ്റിമുലസ് ഇല്ലെങ്കിലും നമ്മളുടെ എന്താ പറയാ നെർവ്സിൽ ഒരു ചാർജ് ഉണ്ട്, പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് പുറത്തും നെഗറ്റീവ് ഉള്ളിലായിരിക്കും. ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യനെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ പൊട്ടൻഷ്യൽ. വെനെവർ എ സ്റ്റിമുലസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ സ്റ്റിമുലസ് വന്ന ഭാഗത്ത് മാത്രം, മക്കളെ ശ്രദ്ധിക്കുക, സ്റ്റിമുലസ് വന്ന ഭാഗത്ത് മാത്രം പുറത്ത് നെഗറ്റീവും ഉള്ളിലും എന്തോ ആവും? പോസിറ്റീവ് ആവും. ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആക്ഷൻ പൊട്ടൻഷ്യൽ. എന്താ വിളിക്കുക? ആക്ഷൻ പൊട്ടൻഷ്യൽ. അതൊന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയേ. ബി ക്വസ്റ്റ്യൻ നോക്കാം. ഗിവ് വൺ എക്സാമ്പിൾ ഫോർ എക്സ്റ്റേണൽ സ്റ്റിമുലൈ. സ്റ്റിമുലൈ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ്? ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പുറത്ത് ഭയങ്കര തണുപ്പ്, ഞാൻ ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കവർ ചെയ്തു, അതാണ് എന്റെ റെസ്പോണ്ട്. ഇനി അവിടെ സ്റ്റിമുലൈ ഏതാ? ദാറ്റ് ഈസ് കോൾഡ് ആണ്. അവിടെ എന്ത് ചെയ്യാ? നമ്മളുടെ എക്സ്റ്റേണലിൽ വരാം, എക്സ്റ്റേണൽ സ്റ്റിമുലൈ. ഇനി ഇന്റേണൽ ആണെങ്കിൽ എനിക്ക് ഭയങ്കര വിശപ്പ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫുഡ് കഴിച്ചു. അപ്പൊ റെസ്പോണ്ട് എന്താ? ഫുഡ് കഴിക്കലാണ് റെസ്പോണ്ട്. ഇനി സ്റ്റിമുലസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദാറ്റ് ഈസ് വിശപ്പിൽ നമുക്ക് ദാറ്റ് ഈസ് ഹങ്കർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും സാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഈസി എന്നുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക, ക്വസ്റ്റ്യൻ ബാങ്കും ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണമൊപ്പം തന്നെ ഈ വീഡിയോയും കണ്ടിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ഫെമിലിയർ ചെയ്യുക. നല്ല രീതിയിൽ തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. സോ താങ്ക് യു.